അരയണങ്ങൾ വരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെ പൂക്കൾ പടർന്നു നിൽക്കുക. നമുക്ക് അവിടെ നിന്ന് പോകാൻ നിന്നല്ല, ആ ശാദ്യയുടെ ഭൂമി ചെല്ലാൻ കഴിയട്ടെ. ഇത് ചെല്ലാൻ കഴിയില്ലെങ്കിൽ എന്ത് കോഴികളായിട്ട് എന്താ കാര്യം? സാർ, ഒരു പ്രദേശത്ത് ആശുപത്രികൾ പൊങ്ങി വരുന്നത് ചെല്ലാൻ അർത്ഥം എന്താ? വികസനമാണ് അല്ല. ആ പ്രദേശത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? ഇത് ഏറ്റവും സുഹൃത്ത് ഡൽഹിയായിട്ട് സിനിമാക്കാരനാണ് മറ്റേ അനീഷ്. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടായിരുന്നു ലോഹിദാസ്. അപ്പൊ ലോഹി, ഞാൻ തിരുവല്ലാമല, അപ്പൊ എന്റെ അവാർഡ് പത്രം കണ്ടു, മാതൃഭൂമിയിൽ കണ്ടതിന് ശേഷം എനിക്ക് താങ്കളെ പരിചയപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരി, ഞാൻ പരിചയപ്പെടാം. ഞാൻ അദ്ദേഹത്തിന്റെ പോയി, അദ്ദേഹത്തെ ലക്കിടിയിലാണ് താമസിച്ചത്, ആ കാരുണ്യം ഷൂട്ട് ചെയ്ത സമയത്ത്. അപ്പൊ അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഈ ദിലീപും മഞ്ജു വാര്യരൊക്കെ ഉള്ള ഒരു സിനിമ അവിടെ ആന്ധ്രാപ്രദേശിൽ എവിടെ ഷൂട്ട് ചെയ്തു. എനിക്ക് പടത്തിന് പേര് ഓർമ്മയില്ല. ആന്ധ്രയിലെ ഷൂട്ട് ചെയ്തത്. അതില് മറ്റേ ഈ സലീം കുമാർ ഈ ഹിച്ചന്റെ ഒരു വേഷമൊക്കെ ചെയ്യുന്നത്, സൂത്രധാരൻ. അപ്പൊ ആ യൂണിറ്റിലെ ഒരാൾക്ക് എന്തോ പ്രശ്നമായപ്പോ മരുന്ന് കിട്ടണ്ടേ, പാരസിറ്റാമോൾ കിട്ടണ്ടത്. 25 കിലോമീറ്റർ യൂണിറ്റിലൊക്കെ കാറിന് വിട്ടുകൊടുത്തിട്ടാണ് അവർക്ക് എന്ത് കിട്ടിയത്, ഒരു ഗുളിക കിട്ടിയത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ആ നാട് വലിയ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പെണ്ണിനെ കൊടുക്കാൻ പാടില്ല, പെണ്ണിനെ കൊണ്ട് എടുക്കുകയും ചെയ്യാം. നമ്മൾ അങ്ങനെയുള്ള സമ്മതം ചെയ്യാനായിട്ട്, അതാണ് ആരോഗ്യമുള്ള സ്ഥലമാണ് അല്ലെ? നമ്മുടെ പെൺകുട്ടിയെ തൈറ്റായിട്ട് കല്യാണം ചെയ്യുന്നത് അവിടുത്തെ പെൺകുട്ടി. കാരണം ഒട്ടപ്പില് തെമ്പിറുക്ക്, ഉയിരിറുക്ക്, അതല്ലേ വേണ്ടത്. പറക്കണ അമ്പിളിമാമനെ കഴിക്കാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ? ചില ഡോക്ടർമാരെ പേര് ഞാൻ പറയുന്നില്ല. 30 വയസ്സായാലും ഒരിക്കലും വയ്യ, ശേഷിയില്ല, കുട്ടികളില്ല. 30 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പറക്കണ്ടേ വയ്യാന്ന്. എന്നെ കൊണ്ട് എന്തിനും വയ്യ. എങ്ങനെയുണ്ടോ ലോനപ്പ തൃശ്ശൂര്? എന്താ ഇഷ്ടം? ഇമീഡിയറ്റ് ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് പാലക്കാട് ചന്ദ്ര? എന്താ ഇട്ടോ? ഒരു സുഖല്യാട്ടോ. എങ്ങനെയുണ്ട് ശാന്തനെ ഒറ്റപ്പാലത്ത്? എന്താ ഇട്ടോ? ഒരു സുഖല്യാട്ടോ. പിന്നെ പാലക്കാട് നീ എന്തിനാ ജീവിക്കണത്? ഡിസൈനർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം നിങ്ങൾ കഴിച്ചേക്കരുത്, ഉപദേശമാണ്. ഡിസൈനർ ഹോട്ടൽ എവിടെയുണ്ട് മനസ്സിലായത്? അവൻ തരുന്നത് കോഴിയൊന്നല്ല, അവൻ തരുന്നത് വേറൊരു സാധനമാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ കൈയോട് തൊട്ടേക്കരുത് ഈ സാധനങ്ങൾ. നിങ്ങൾക്ക് വേണ്ട വെള്ളം നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും പറ്റിയൊരു വിപ്ലവം വേറെ ഇല്ല. നിങ്ങൾക്ക് വേണ്ട കീടനാശിനി നിങ്ങളുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കാൻ, നിങ്ങളുടെ മേൽനോട്ടത്തിൽ. ഒരു അഡൾട്രേഷന്റെ പ്രശ്നം ഇരിക്കുന്നില്ല, ഒരു ക്വാളിറ്റി കൺട്രോൾ ചെക്കിന്റെ കാര്യം ഇരിക്കുന്നില്ല. ബിക്കോസ് യു ആർ മേക്കിംഗ് യുവർ ഫെർട്ടിലൈസർ, യു ആർ മേക്കിംഗ് യുവർ മാനുവർ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? രക്തശാലി. അപ്പൊ ഇനി രക്തശാലിയിലേക്ക് വരാം. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അരി ഉൽപാദനം, കേരളത്തിന്റെ അരി ഉൽപാദനം എത്ര ഉണ്ടെന്ന് അറിയാമോ? 10-1. എത്ര? നിങ്ങൾ ഒരു 10 കിലോ അരി കഴിക്കുമ്പോൾ 1 കിലോ അരി എവിടെയുള്ളൂ? 9 കിലോ അരി എവിടെ നിന്നോ വന്നിട്ട് വേണം. ഓക്കെ, ഇനി ഞാനൊരു വിഷയത്തിലേക്ക് വരാം. UGC പ്രൊഫസറുടെ ശമ്പളത്തിൽ നിന്നറിയാം 2.5 ലക്ഷം. എത്ര? 2.5 ലക്ഷം. ഞാൻ അതിന് നിർത്തുകയാണ്. ബാങ്ക് ഓഫീസർമാർ 1.25, 1.5. ഇൻഷുറൻസ് ഓഫീസർമാർ, സർക്കാരിലെ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരുടെ ചില ആൾക്കാരുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് തന്നെ അറിയില്ല. സർവീസുള്ള അഡ്വക്കേറ്റുകൾ, പിന്നെ ടാക്സ് കൺസൾട്ടന്റുകൾ, അത്യാവശ്യം കച്ചവടമുള്ള കച്ചവടക്കാർ, IT പ്രൊഫഷണൽസ്. ഞാൻ വരുന്ന ഒറ്റപ്പാലമായാലും നിങ്ങൾ നിൽക്കുന്ന ഈ അട്ടപ്പാടി ആയാലും കോയമ്പത്തൂർ ആയാലും എവിടെയായാലും ഒരു 15 മുതൽ 20% വീടുകളിലെ പ്രതിമാസ വരുമാനം എന്ന് പറഞ്ഞത് 1.5 ലക്ഷത്തിക്ക് മേലെയാക്കും. എவ்வளவு? മേലെ. ഈ കോളേജ് ക്ലാസ്സിൽ മഴുകുട്ടുകാരുടെ കല്യാണം കഴിക്കുന്നു, തത്തുല്യമായിട്ടുള്ള കല്യാണം കഴിക്കുന്നു. ഒരു ഗസ്റ്റ് റാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലത്തെ ആളുകൾ കല്യാണം കഴിക്കുന്നു. അപ്പൊ അത് ഞാൻ 1.5 മിനിമത്തിൽ വെച്ചതാട്ടോ. അപ്പോ 4000 രൂപ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ജുജുബിതാണ് അതെ സാർ, ജുജുബി അവളുതാ. അപ്പൊ എന്ത് വേണം? ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ട് എന്റെ സാധനം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ള മൂന്നാമതൊരാൾ പറഞ്ഞാൽ മതി. സിനിമാക്കാരല്ല ഞാൻ ഉദ്ദേശിച്ചത്. സർട്ടിഫിക്കേഷൻ ഏജൻസീസ്. അപ്പൊ സർട്ടിഫിക്കേഷൻ ഏജൻസീസ് അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ കൊണ്ടുവരേണ്ട പ്രാർത്ഥന എന്താണ്? നിവൃത്തി ഉണ്ടെങ്കിൽ ഭഗവാനെ എവിടേക്ക് കൊണ്ടുപോകരുത്? എവിടേക്ക് കൊണ്ടുവരുത്? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇട വരുത്തരുത് എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്.
എനിക്ക് ആന്റണിയാൻ തോന്നുന്നുണ്ടോ? മനസ്സിലായില്ലേ? നിവൃത്തി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ശീലങ്ങളും കൂടി. ശീലങ്ങളിൽ പ്രധാനപ്പെട്ട ആരാണ്? ഭക്ഷണമാണ്. സാർ ഇത് കറക്റ്റ് ആവാന്നുള്ളതാണ്. ഇത് കറക്റ്റ് ആക്കി നോക്കൂ. നമ്മുടെ ശരീരത്തിന്, ഞാൻ യോഗിക് സയൻസിലേക്ക് പോകുന്നില്ല, സാധാരണ ഒരു സയൻസ്, നമ്മുടെ ശരീരത്തിന് 2 ഡയമെൻഷൻ ഉണ്ട്. സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ കാലത്ത് കഴിച്ചിട്ടാ വന്നത്. അപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ പോകുന്നതിന്റെ എന്റെ ശബ്ദം ഉണ്ട്. ഇതിന് എന്ത് വേണം? എനർജി. ഈ എനർജി ആരാ തരുന്നത്? ഭക്ഷണം. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾ രാത്രി കിടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നിങ്ങൾക്ക് ഉറക്കം കിട്ടണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാല് പരിണിത പ്രജ്ഞരായിട്ടുള്ള ഡോക്ടർമാരെ പോയി കഴിഞ്ഞാൽ അവർ 2 കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തൊക്കെയാണ്? സുഖ നിദ്ര, സുഖ ശോധന. സുഖനിദ്രയും സുഖശോധനയും ഇരുന്നാല് പ്രശ്നമൊന്നും ഇല്ല. എന്ത് ചിന്നൊരു പ്രശ്നം അത് അവളവില്ല, 2 ആൾക്കൊന്നും ഇല്ല. ഇത് 2 പ്രശ്നമാണെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് സായിപ്പ് പറയല്ലോ 38% പ്രോട്ടീൻ, ഇറച്ചി, മീറ്റ്, കീറ്റ് ഉച്ചയ്ക്കും കഴിച്ചു, കാലത്തും കഴിച്ചു, വൈകിട്ടും കഴിച്ചു. അന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഉറങ്ങാൻ പറ്റില്ല. പിറ്റേ ദിവസം കാലത്തോ? പിറ്റേ ദിവസം കാലത്ത് നിങ്ങളുടെ അവസ്ഥ എന്താ? നനഞ്ഞ കോഴി എന്ന് പറയും. ഞാൻ ഒറ്റപ്പാലം പറഞ്ഞു, ഈ നനഞ്ഞ കോഴിയുടെ അവസ്ഥ. അപ്പൊ നീ ഈ കഴിച്ച പ്രോട്ടീനൊക്കെ എവിടെ പോയി? അല്ലെ, ഈ കഴിച്ച പ്രോട്ടീന് 38-42% ഉണ്ടെങ്കിൽ നീ പറക്കണ്ട. നീ പറഞ്ഞില്ലല്ലോ. അപ്പോഴത്തെ സാത്വിക ഭക്ഷണം കഴിച്ച ആള് 5 മണിയാകുമ്പോഴേക്കും ആള് റെഡിയായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖനിദ്രയും വേണ്ടി സാധനം പോയി, മറ്റേ സാധനം പോകുന്നില്ല. അവിടെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. എപ്പോ കോൺസെൻട്രേഷൻ വരുന്നോ, ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യുവർ എയിൽമെന്റ്സ്. സുഖനിദ്ര, നല്ല നിദ്ര കിട്ടുക, അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് കിട്ടുള്ളൂ. അതാണ് സൂക്ഷ്മ ഡയറക്ഷൻ, സൂക്ഷ്മ ഡയമെൻഷൻ. അപ്പൊ നമ്മുടെ സ്ഥൂലവും കറക്റ്റ് ആയിരിക്കണം, സൂക്ഷ്മവും കറക്റ്റ് ആയിരിക്കണം. ഇത് 2 തരുന്നതാണ് വൃക്ഷ ആയുർവേദം. ഇനി നമ്മുടെ കുനപ്പ ഉണ്ടാക്കി, കുനപ്പ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? കുറിച്ച് വെച്ചോളൂ. കുനപ്പ നമുക്ക് ഈ ഉണ്ടാക്കിയ കുനപ്പ ഇപ്പൊ ഞാൻ പറയുന്നത് 1:7. 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇത് വേണം നിങ്ങൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചെടികൾക്ക് മണ്ണിന്റെ താഴെ ഒരു ലോകമുണ്ട്, മണ്ണിന്റെ മുകളിൽ ഒരു ലോകമുണ്ട്. അപ്പൊ നമുക്ക് മണ്ണിലും കൊടുക്കാം, നമുക്ക് മുകളിലും കൊടുക്കാം. അപ്പൊ നെല്ലാണെങ്കിൽ നിങ്ങൾ നെൽ കർഷകരാണ് ഏറ്റവും കൂടുതൽ? ആണോ? നെല്ലാണ്. നെല്ല് കിടക്കുന്ന കൈവയ്ക്ക് ശരി, കുറച്ചേ ഉള്ളൂ അല്ലേ? പിന്നെ തെങ്ങുള്ള ആൾക്കാരോ? തെങ്ങുള്ള ആൾക്കാർ. ഓക്കെ. അപ്പൊ നമ്മൾ നെല്ലാണെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ചെയ്തത്, ഞങ്ങൾ അഗ്രിമെറ്റിന്റെ 27 ലിറ്റർ പവർ ഓപ്പറേറ്റഡ് സ്പ്രേയറില് നട്ട് 1ാമത്തെ മാസം കൊടുക്കുന്ന സ്പ്രേ 2 ആഴ്ച കഴിഞ്ഞിട്ട് 125 ദിവസമാണ്. പിന്നെ അടിക്കണം, അവൾ ഗർഭിണി ആകുമ്പോൾ ഞാൻ 3 സ്പ്രേ കൊടുത്തത്. തരിച്ചികിത്സയിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തെങ്ങൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൗകര്യം പോലെ മാസത്തിലൊന്ന്. അപ്പൊ ഈ ഉണ്ടാക്കിയ 1:7 ഉണ്ടാക്കിയ സാധനം തെങ്ങിന്റെ വലുപ്പം മനസ്സിലാക്കി 10 മുതൽ 20 ലിറ്റർ നേർപ്പിച്ച സാധനം തെങ്ങിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. തെങ്ങിന്റെ തടത്തിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇന്നിപ്പോ തെങ്ങിന്റെ തടം തുറക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. പണ്ട് 15-18 തെങ്ങിന്റെ തടം ഒരു പുരുഷ തൊഴിലാളി എടുത്തിരുന്നു. ഇന്നിപ്പോ ഞാൻ നോക്കാൻ സമയത്ത് 8 തെങ്ങാണ് കഷ്ടി ഒരു പുരുഷ തൊഴിലാളി ഒരു ദിവസം എടുക്കുന്നത്. 1000 രൂപ ചായക്കാശ് വേറെയും കൊടുക്കണം, ചായയും കൊടുക്കണം. അപ്പൊ ഇത് മുതലാവാൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാർ ഓക്കെ ഞാൻ അപ്പോ ഞാൻ പിന്നെ വരാം. നിങ്ങൾ തെങ്ങാണെങ്കിൽ തെങ്ങിന്റെ തടിയിൽ നിന്നും ഒരു 4 അടി ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് ഏലാണ്ട് കിട്ടും കട്ടപ്പാല. ഈ കട്ടപ്പാല കുത്തുക, ഒരു 1.5 അടി കുത്തിയ ശേഷം ഇങ്ങനെ വിരയ്ക്ക് കിട്ടും. വിരകി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 ലിറ്ററിന്റെ മൂല്യം കിട്ടും. അപ്പൊ നിങ്ങൾ ഈ നേർപ്പിച്ച സാധനം ഒരു 5 എണ്ണം സമദൂരത്തിൽ എടുക്കുക. 5 എണ്ണം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്ത മാസം ഇതിന്റെ ഇടയിൽ എടുക്കുക. ഒരു തെങ്ങിന് ഏകദേശം 20,000 വേരുകളാണ്. അപ്പൊ നിങ്ങളൊരു 4-5 തവണ കഴിയുമ്പോഴേക്കും എല്ലാ വേരിനും തെങ്ങോടെ വിധമേ മാറും. പാറട എന്നു പറയും.
ഒരൊറ്റ നോട്ടത്തിൽ 200 എണ്ണ. ഇവിടെ നമ്മുടെ മാറ്റിയുണ്ട്, നിങ്ങൾ മാറ്റിയുണ്ടല്ലോ, നമ്മുടെ മാറ്റിച്ചേട്ടൻ നമ്മുടെ വലിയൊരാളാണ് ശിരുവാണി. മാറ്റിച്ചേട്ടന്റെ തെങ്ങുകള് അത്ഭുതമാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വൃക്ഷായുർവേദത്തിന്റെ എന്റെ ആദ്യത്തെ ഒരു അംബാസഡറാണ് ഋഷി, മനസ്സിലായില്ലേ? ഞാൻ വൃക്ഷായുർവേദം ചെയ്ത ഞാനിവിടെ അസിസ്റ്റന്റ്, ഞാൻ ഇവിടെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. ചിലർക്ക് അറിയാൻ തോന്നുന്നു ഞാനിവിടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ മാറ്റിച്ചേട്ടൻ്റെ അവിടെയാണ് ഞാൻ ചെയ്തത്. ഞാൻ മാറ്റിച്ചേട്ടൻ ചെയ്തു. അപ്പം ഒരൊറ്റ നെൽപ്പിൽ 10 തേങ്ങ കാണാൻ പറ്റും. വാഴയാണെങ്കിൽ നിങ്ങൾ വാഴയ്ക്ക് 10 മാസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ 1 മുതൽ 2 ലിറ്റർ തടത്തിലൊഴിക്കുക. 4 മാസം വരെ തടത്തിലൊഴിക്കാം. അതിനുശേഷം ഉണ്ണിപ്പിണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് തടത്തിൽ ഒഴിക്കാം. ഇലയുടെ അടിയിൽ കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ ലാൻസിൽ തിരിച്ച് സ്പ്രേ ചെയ്യുക. കുരുമുളക് നിങ്ങൾ മറ്റേ റോക്കർ സ്പ്രേയറിലെ കുളിർക്കൻ ഒരു 3 മുതൽ 5 ലിറ്റർ കുരുമുളകിന്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ. ജാതി ഇതേപോലെ തന്നെ, ജാതി സർഫസ് റൂട്ടാണ്, ഷാലോ റൂട്ടാണ്. നിങ്ങൾ ഇത് ചെയ്താൽ കുറച്ച് വിട്ടെടുത്തിട്ട് നിങ്ങൾ സാധനം ചെയ്താൽ മതി. കുളിർക്കനെ നമുക്ക് സ്പ്രേ ചെയ്യാം. ജാതി നെല്ലാണ്. പച്ചക്കറി ആണെങ്കിൽ നിങ്ങൾക്ക് 4 പ്രായത്തിൽ മണ്ണിൽ, വള്ളി വീശുമ്പോൾ മണ്ണിൽ, പൂക്കൾ ഉണ്ടാകുമ്പോൾ മണ്ണിൽ, കാപിടുത്തം വരുമ്പോൾ ഒരു 2 ആഴ്ച ഇടപെട്ടിട്ട് ഒരു 3. അറവിന്റെ നീളം കൂടും, ദൈർഘ്യം കൂടും, സ്വാദ് കൂടും, മണം കൂടും, ഗുണം കൂടും. മനസ്സിലായി? അപ്പൊ എന്തൊക്കെയാണ് ഗുണങ്ങൾ? 1, വേരുകൾ കൂടുതൽ പൊട്ടാൻ, ശരീര വളർച്ച കൂട്ടാൻ, പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ, കൂടുതൽ കമ്പനം കിട്ടാൻ, സ്വാദ് കൂട്ടാൻ, മണം കിട്ടാൻ, ഗുണം കൂട്ടാൻ, നിറവും കൂട്ടാൻ. അപ്പൊ നിങ്ങൾ ഇന്നലെ വരെ ഉണ്ടാക്കിയ മാവല്ല നിങ്ങൾ കഴിക്കാൻ പോകുന്ന മാങ്ങയുടെ കാര്യം മാറും. കാരണം സമസ്ത ഗുണദായിനി സർവ ഗുണവർദ്ധിനി എന്നാണ് പറയുന്നത്. ഏതൊന്നാണോ എല്ലാ ഗുണങ്ങളും തരുന്നത്, ഏതൊന്നാണ് ആ ഗുണങ്ങളെ അധികരിപ്പിക്കുന്നത്, അതാണ് അത്രേ ഗുണപ്പജലം. ഇതാണ് ഇതിന്റെ പറഞ്ഞത്. ഇനി അടുത്തത് മാംസഗുണപ്പ. മാംസഗുണപ്പ പഠന സമയം കഴിഞ്ഞു. മുഴുമിച്ചില്ല. 70 സെന്റിൽ തിരുവല്ലാമലയിൽ എത്തിച്ചാർജ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അപ്പൊ 200 രൂപയ്ക്ക് ആരും വാങ്ങിക്കുന്നതാണ് ചോദ്യം. വാങ്ങിക്കാനുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 15 മുതൽ 20% ആൾക്കാരുടെ മാസ വരുമാനം, കുടുംബ വരുമാനം എന്ന് 1.5 ലക്ഷത്തിന് മേലെയാക്കുള്ളൂ. അഫോർഡ് പണലാമല്ലേ? ഹോസ്പിറ്റലിൽ മരുത്തുവമനക്ക് പോകേണ്ട ആവശ്യമില്ലയേ, ഡോക്ടറെ പോയിട്ട് വേണ്ട ആവശ്യമില്ലയേ. അതാണ് പെരിയ കഥ. அப்ப நீங்க பொருள் என்ன ஆனாலும் அந்த பொருள் இப்படிப்பட்ட ரீதியில பண்ணினா அது வாங்குறதுக்கு காசு துட்டு இருக்கிற ஆள் இருக்கு. നമ്മളെ മാർക്കറ്റിംഗിൽ ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ മാത്രം മതി. കാരണം അരി നമുക്ക് സർപ്ലസ് അല്ല, അരി 10 ഉള്ളൂ. അപ്പൊ ആ ഉണ്ടാക്കുന്ന അരി കേരളത്തിന്റെ കേരള ബ്രാൻഡ്. ഞങ്ങള് ഇടുക്കിയിൽ ചെയ്തത് വൃക്ഷായുർവേദ ഫോർ സൗഖ്യ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് വൃക്ഷായുർവേദ ഫോർ സൗഖ്യ ഫോർ വൃക്ഷായുർവേദ. ഇതായിരുന്നു ഞങ്ങളുടെ ക്യാപ്ഷൻ. ഞങ്ങളുടെ സൗഖ്യം എന്ന് വെച്ചാൽ എന്താണ്? വെൽനസ്. വെൽനസ് ഇംഗ്ലീഷ് കേവലമാണ്, സൗഖ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ അപ്പുറമാണ്. അപ്പോ ഇന്നിപ്പോ ഏറ്റവും വലിയ വിഷയം അതാണ്. ആൾക്കാർക്ക് സുഖം വേണ്ടേ, സൗഖ്യം വേണ്ടേ? സൗഖ്യം വേണമെങ്കിൽ ഇവർ കറക്റ്റായാൽ ഉടമ്പ് കറക്റ്റാണ്, ഉടമ്പ് കറക്റ്റായാൽ ഇതും കറക്റ്റായി. ഏത് അവസ്ഥയാണ് വേണ്ടത്? അതിന് വൃക്ഷായുർവേദമേ പറ്റുള്ളൂ. വേറൊരു പണി നടക്കില്ല. മനസ്സിലായില്ലേ? ഓക്കെ. മാംസഗുണപ്പജലത്തില് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ആട്ടിറച്ചി 700 കൊടുത്തൊന്നും നിങ്ങൾ വാങ്ങിക്കണ്ട. ഞാൻ ഫാമിലെ ഈ പോത്തിറക്കുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടണം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അറബ് മാലിന്യങ്ങളുടെ സംസ്കരണമാണ് കേരളത്തിന്റെ പ്രശ്നം. പഞ്ചായത്ത് തൊട്ട് എറണാകുളം മെട്രോ വരെ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് ആരോഗ്യ പ്രശ്നമാണ്. ഓടയിൽ നിറഞ്ഞു, കൗൺസിലർമാർക്ക് പ്രശ്നമാണ്, പഞ്ചായത്ത് മെമ്പറുടെ പ്രശ്നമാണ്. നാറ്റം വരുന്നു, കുട്ടികൾക്ക് പോകുമ്പോൾ പട്ടികൾ തിന്ന് പട്ടികൾ പേ വരുന്നു, എപ്പോൾ നോക്കിയാൽ പട്ടികൾക്ക് കടി. ഈ 3 വിഷയങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ വളമാക്കി മാറ്റാം. അതാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഈ പോത്തിന് നടക്കുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇറച്ചി 400-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5-6 കിലോ കിട്ടും. അപ്പൊ ഇനി ഞാൻ പറയാം, കഥ പറയാം. ഒരു ചീനച്ചട്ടി, ഇരുമ്പിന്റെയോ മണ്ണിന്റെയോ വലിയ ചട്ടി എടുക്കുക. ഒരു 25 ലിറ്റർ 30 ലിറ്റർ കപ്പാസിറ്റി എടുക്കുക. അലുമിനിയം കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ അതിലേക്ക് വേസ്റ്റ് ഇറച്ചി നിങ്ങൾക്ക് എടുക്കാം.
ഒരു 6 കിലോ വരെ പോവാം, 5-6 കിലോ വരെ പോവാം. എല്ലോട് കൂടിയിട്ട് എടുക്കുക. നിങ്ങൾക്കിത് മറ്റേ ഇതിന് മഹിഷി കുനപ്പാന്നാണ് പറയുക. പോത്തിന്റെ ആണെങ്കിൽ മഹിഷി കുനപ്പ, ഇതിന്റെ പന്നിയുടെ ആണെങ്കിൽ വരാഹ കുനപ്പ ജനങ്ങളുണ്ടാവും. വരാഹം അതാണ് ദ ബെസ്റ്റ്. അന്ന് അവരുണ്ടാക്കിയത് അതായിരുന്നു. കാട്ടിൽ മറ്റു കാരണങ്ങളാൽ ചത്തുപോകുമായിരുന്ന കൊമ്പുള്ള മൃഗങ്ങളുടെ ഇത് വെച്ചിട്ടാണ് അവരുണ്ടാക്കിയത്. നമ്മുടെ ഋഷിമാര് ശാസ്ത്രജ്ഞന്മാരാണ്. അവരെന്നെയാണ് വാത്സ്യായനന്റെ, മനസ്സിലായില്ലേ, സെക്സിനെ കുറിച്ചിട്ടും അവരെന്നെയാണ് പറഞ്ഞത്. അവരെന്നെയാണ് നിർമ്മാണത്തെ കുറിച്ചും പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിന്റെ അതിലെ അപ്പൊ എല്ലുള്ള ഇറച്ചി 6 കിലോ, അപ്പൊ എല്ല് ഇറച്ചി, ഉമി 1 കിലോ, നനച്ചെടുത്ത ഉഴുന്ന് 1 കിലോ, എള്ളി പിണ്ണാക്ക് 1 കിലോ. ഓക്കെ, എല്ല്, ഇറച്ചി, ഉമി, നനച്ചെടുത്ത ഉഴുന്ന്, മറ്റേ എള്ളും പിണ്ണാക്ക് 1 കിലോ. ഇത് നിങ്ങൾ ഇതിനകത്തിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ഒരു 45 മിനിറ്റ് നിങ്ങൾ വേവിക്കുക. ഓക്കെ, വേവിച്ചു കഴിഞ്ഞാൽ അത് വെന്തു, ഒരു 40 വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആറാനായിട്ട് വെക്കുക. ഈ ആറുന്ന സമയം കൊണ്ട് നമ്മുടെ വീപ്പയ്ക്കകത്ത് 15 കിലോ ചാണകം, 15 കിലോ ഗോമൂത്രം, 5 ലിറ്റർ ഗോമൂത്രം വെച്ചിട്ട് ഇതിലേക്ക് പകരുക. പകർന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാല്. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ, നോട്ട് പാല്, പശുവിൻ പാല്. ഇതൊക്കെ പ്രശ്നമാണ്. ഉത്തമത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. റൈറ്റ്, പാല് നിങ്ങൾ പാക്കറ്റ് പാല് വാങ്ങിക്കുമ്പോൾ അത് എരുമപ്പാലും ആവാം. ശരി തന്നെ. പശുവിന്റെ ചാണകം എന്ന് പറയുന്നത് കൗ ഡൺ, ബീഫ് ഡൺ എന്നല്ല പറയുന്നത്, കൗ ഡൺ. അത് ശ്രദ്ധിക്കണം. കൗസ് യൂറിൻ, പശുവിന്റെ മൂത്രം, അപ്പോഴാണ് ഉത്തമത്തിൽ കിട്ടുക. ഇതൊരു ഡിസ്കഷൻ ഈ ഇടയ്ക്ക് ഉണ്ടായി ഈ കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്പെസിഫിക് ആകുന്നത്. ഇനി അടുത്തത് 1/2 കിലോ നെയ്യ്. ആരുടെ നെയ്യ്? പശുവിന്റെ നെയ്യ്. ഓക്കെ, നെയ്യ് മാർക്കറ്റിലെ നെയ്യല്ല, മാർക്കറ്റിലെ നെയ്യിലെ വേറെ വരാനോ. അടുത്തത് തേയില, 1/4 കിലോ തേയില. അപ്പൊ ഇത് വെച്ചിട്ട് ഇതിനകത്ത് ഇളക്കി വെള്ളം ഒഴിച്ച് 200 ലിറ്റർ ആക്കി പന്നിയുടെയും, അത് വരാഹ കുനപ്പയും മഹിഷി കുനപ്പയും ആണെങ്കിൽ 50 ദിവസം ഈ പ്രോസസ്സ് വേണം. 50 ദിവസം കൊണ്ട് കാലത്തും വൈകിട്ട് 3 മിനിറ്റ് നേരം വലത്തോട്ടും ഇടത്തോട്ടും നടക്കുമ്പോൾ ഇതിന്റെ നാനോ ഫോമിങ് സാധനം. ഈ നാനോ ഫോമിൽ വരുമ്പോൾ അതിന്റെ അപ്ലിക്കബിലിറ്റി കൂടുതലാണ്, അതിന്റെ ഡൈജഷൻ കൂടുതലാണ്, അതിന്റെ ടേക്ക് കൂടുതലാണ്. നിങ്ങൾ മോഡേൺ സയൻസിന്റെ ഒരു വിഷയം ഞാൻ പറയാം. ചില കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും. ഒരു ചാക്ക് പൊട്ടാഷിന്റെ വില 1800 രൂപയാണ്. കൊണ്ടുവരാനുള്ള കാശ് വേറെയും ആണ്, പൊട്ടാഷ് കാശ്. യൂറിയ ആയിക്കോട്ടെ, ഫോസ്ഫാറ്റിക് വളങ്ങളായിക്കോട്ടെ, DAP ആയിക്കോട്ടെ, പൊട്ടാഷ് ആയിക്കോട്ടെ, ഇതിന്റെ എഫിഷ്യൻസി ടേക്ക്, പ്ലാന്റ് ടേക്ക് എന്ന് പറയുന്നത് 25%. Got it? Only 25%. 75% because of different reasons നഷ്ടപ്പെടുകയാണ്. മണ്ണിലെ റിഡോക്സ് പൊട്ടൻഷ്യൽ, വോളാറ്റൈസേഷൻ, ഡീനൈട്രിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ സംഗതികൾ ഞങ്ങളുടെ കൃഷിശാസ്ത്രത്തിലുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ജാഗ്രത. അത് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പൊ എത്രയും 1700 രൂപയുടെ പൊട്ടാഷിന്റെ 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 450 രൂപയുടെ കിട്ടുന്നുള്ളൂ. അല്ലെ, ശരിയല്ലേ? 450 രൂപയുടെ വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് മണ്ണിന്റെ pH കറക്റ്റാക്കി കേരളത്തിലെ കാലത്ത് കുമ്മായമോ ഡോളമൈറ്റോ കറക്റ്റാക്കിയിട്ട് വേണം. മോഡേൺ സയൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? നിങ്ങൾ വളം കൊടുക്കേണ്ടത്. അപ്പൊ ഒരു 10% ഇൻക്രീസ്. അതുകൊണ്ടാണ് ഇത്തരം വളങ്ങൾക്ക് നമ്മൾ ഇതിന്റെ പ്രചാരം കഴിയുന്നതും എവിടെയൊക്കെ പറ്റും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ, ഞാൻ ഹൈഡ്രോജനൊക്കെ പറഞ്ഞു, ഒരു ചാക്ക് ഫാക്ടറി ബസ്സിന്റെ വില എത്ര? 1350, 1400 രൂപ വരും. മനസ്സിലായില്ലേ? ഈ ഹൈഡ്രോജനൊക്കെ ഞാൻ പറഞ്ഞ എല്ലാം കൂടി കുടിക്കാൻ എത്ര രൂപ വരും? 700-800 രൂപ വരും. ഒരു ചാക്ക് ഫാക്ടറി ബസ്സിന്റെ കാശ് പോലും വരുന്നില്ല. ഹേ, പച്ചക്കറിയുടെ ഞങ്ങളുടെ കണക്കുണ്ട്, മനസ്സിലായില്ലേ? 2:1:1 ഇതാണ് ഞങ്ങളുടെ കണക്ക്. 2:1:1 നിങ്ങൾ യൂറിയയും ഫാക്ടറി ബസും പൊട്ടാഷും നോക്കി കഴിഞ്ഞാല് നിങ്ങൾ ഈ പറയുന്നത് 1 ഏക്കറിനാണ്.
ഇതിന്റെ ഏകദേശം ഞങ്ങൾ കണക്ക് ഞങ്ങൾ ഇടുക്കി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സെഷൻ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ് 3 ദിവസമാണ് ക്ലാസ് എടുക്കുന്നത്. അതിലെ ഏകദേശം ഇതിന്റെ 4 ഇരട്ടി കൂടുതൽ പൈസയാണ് ഇനോർഗാനിക് കെമിക്കൽ ഫാമിങ്ങിനെ വരുന്ന ഇൻപുട്ട് കോസ്റ്റ്. ഇൻപുട്ട് കോസ്റ്റ് ഇസ് 4 times more. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് അത്ര കുറവേ വരുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ മണ്ണിന് കേടില്ല, മണ്ണിന് ഉർവരമാക്കാണ്. അപ്പൊ ഞാനൊരു പാക്കേജ് ആയിട്ട് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം 18 ഏക്കറാണ് ഏലം. 18 ഏക്കർ ഏലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് രാജാവാണ്. 1 ഏക്കർ ഏലത്തിന്റെ വില, ഭൂമിയുടെ വില 60 ലക്ഷം രൂപയാണ്. 18 ഏക്കറാണെങ്കിൽ എത്ര എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ മനുഷ്യൻ ക്ലാസ് കേട്ടിട്ട് മനസ്സിലാ, എനിക്കിതൊന്നും ആലോചിക്കാനില്ല. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഐ ആം ഡൂയിങ് ദ ഹോൾ 18 acres വൃക്ഷാരോപണം. ഞാൻ നിങ്ങൾക്ക് തന്നെ പറയാം, ഞാനൊരു അഗ്രോണമിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ മോഡേൺ സയൻസിനോട് എനിക്ക് പറയാനുള്ള ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിളവിൽ കുറവ് വരിക എന്നുള്ളത് നമുക്ക് പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ 2 ടൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 ടൺ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള പ്രാക്ടീസിൽ ആദ്യം 10% കൊണ്ടുവരിക, പിന്നെ അത് 20% ആക്കുക, 30% ആക്കുക, 40% അതനുസരിച്ച് ഞങ്ങളുടെ പഠനങ്ങൾ പറയുന്നത് ഏകദേശം 15% yield increase വൃക്ഷായുർവേദത്തിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. എന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പഠനങ്ങൾ, കുറെ പഠനങ്ങളുണ്ട്. ത്രൂ ഔട്ട് ഇന്ത്യ, പാൻ ഇന്ത്യ, ഗുജറാത്തിൽ നിന്ന് തൊട്ട് കർണാടക വരെയുള്ള പഠനങ്ങള്, നിലവിലുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ത് തന്നെയായാലും നിങ്ങൾ അതിന്റെ കൂടെ വൃക്ഷായുർവേദം ചേർത്ത് വെച്ച് കഴിഞ്ഞാല് ഒരു 15% കൂടുതൽ yield increase നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. വലിയ കുഴപ്പമില്ലല്ലോ. ഇൻപുട്ട് കുറച്ച് കുറയുകയും ചെയ്തു, മറ്റത് കൂടുകയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ 20%, 30%, 40%, അങ്ങനെ നിങ്ങൾക്ക് പോയി ഒരു മൂർത്തമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പൊ ആ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പുതുമഴ പെയ്താൽ മണം വരണം, മൺവാസം വരണം. എനിക്ക് വാസം ഇருக்கு, എനിക്ക് പ്രസരിക്കർക്ക് കഴിവിருக்கு, കൊണ്ടുവരണം. അതിന് വൃക്ഷായുർവേദത്തിന് കഴിയും. കാരണം വൃക്ഷായുർവേദം അഡ്രസ് ചെയ്യുന്ന ബയോളജിക്കൽ ഡയമെൻഷനാണ്, മൈക്രോ ഓർഗാനിസത്തെയാണ്. അപ്പൊ ഇപ്പൊ പല മണ്ണ് നമ്മുടെ മച്ചിയാണ്. ഈ മച്ചിയായ മണ്ണിനെ പ്രസരിക്കാൻ കഴിവുള്ളതായിട്ട് മാറ്റണം. മനസ്സിലായില്ലേ? ഈ ചീഞ്ഞ ഏത് സാധനം മണ്ണിൽ ഇട്ടാലും 1 മാസത്തിനും അത് മണ്ണിനോട് ചേരണം. ചേർക്കുന്നത് ആരാ? ഈ മൈക്രോ ഓർഗാനിസം ആണ്. നുണ്ണുയർ അല്ല, തമിഴിൽ சொன்னா അവന്റെ നുണ്ണിയർക്ക് ഏറ്റവും നല്ല സാധനം വൃക്ഷായുർവേദം. അപ്പൊ ഇത് നിങ്ങൾ മാംസക്കുറപ്പ് നിങ്ങൾ ഉണ്ടാക്കി 50 ദിവസം ഇതുപോലെ കലക്കിയെടുത്ത് 50ാമത്തെ ദിവസം അരിച്ചെടുത്ത് ആ എല്ല് കിട്ടും. ആ എല്ലിന് നിങ്ങൾ തെങ്ങിന്റെ വാഴയുടെ ഇടയിൽ ഇട്ടോളും. ഈ സാധനം ഇത് 1.0 ആക്കും. ഇതിപ്പോ ഹരിത കുണപ്പജലം 1.0 ആണെങ്കിൽ ഇവൻ 2.0 ആക്കും. ഇതൊക്കെ ഇമ്പാക്ട് ജാസ്തി. ഇവൻ ആള് വേറെ. മനസ്സിലായില്ലേ? അപ്പോ ഇനി ഞങ്ങളുടെ ചില പഠനങ്ങൾ പറയുന്നത്, നിങ്ങളുടെ മണ്ണിലേക്ക് ഇപ്പൊ നിങ്ങൾ ഒരു സീരിയസ് കർഷകനാണ്, നിങ്ങൾ വൃക്ഷായുർവേദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ടാങ്കുകൾ 2-3 ടാങ്കുകൾ നിങ്ങൾക്ക് വേണം. ആദ്യം ഉണ്ടാക്കാനെങ്കിൽ 50 ദിവസം ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റേ ഹരിത കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ചയേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡ് ബൈ ആയിട്ട് 2-3 ഉണ്ടെങ്കിൽ ഇവരുടെ ഫിലിപ്പിന്റെ അവിടെയാണ് 9 ടാങ്കോ മറ്റേ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് 1 ഏക്കർ കൃഷിയുള്ള ആളാണെങ്കിൽ 2 or 3, കാരണം 1000 രൂപ ഈ സാധനത്തിന് ഒരു ഫാക്ടറി ബോസിൽ കാശ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് നിങ്ങൾക്കത് എപ്പോഴും കണ്ടിന്യൂസ് സപ്ലിമെന്റ് കിട്ടും. അപ്പൊ അതിന് ഞങ്ങൾ പറയണത്, ഈ മാംസ പുനപ്പ മണ്ണിലേക്കും ഹരിത പുനപ്പ ചെടിയിലേക്കും ഫോളിയാർ. ഇനി നിങ്ങൾ എന്റെ ഇതിൽ നോക്കുക. നിങ്ങൾക്ക് പറഞ്ഞ മൈക്രോബ്സ്, കാർബൺ സെക്വസ്ട്രേഷൻ. ഇനി ഞങ്ങൾ കൃഷി വകുപ്പ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് സെക്വസ്ട്രേഷനെ കുറിച്ചാണ്, കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രോട്ടോകോളൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പൊ ഇലക്ഷൻ നൽകി ഈ സാധനം കൊണ്ട് കയറി വരുമ്പോ ഇതിനെ പറ്റി ഏറ്റവും നല്ല സാധനം വൃക്ഷായുർവേദമാണ്. നെക്സ്റ്റ് മാൽന്യൂട്രീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ അട്ടപ്പാടി എന്നുള്ള മെയിൻ പ്രശ്നം സിക്കിൾ അനീമിയാണ്, മാൽന്യൂട്രീഷൻ ആണ്. അപ്പൊ മാൽന്യൂട്രീഷൻ ഞങ്ങൾ കൃഷി വകുപ്പ്, ഞങ്ങൾ SHM സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന് ഞാൻ അസിസ്റ്റന്റായിട്ടാണ്. ഞങ്ങള് മറ്റേ മുരിങ്ങ, ഈ പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ മുള്ളാത്ത, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്.
നമുക്ക് ഏറ്റവും കൂടുതൽ വെക്കാൻ കഴിയുന്ന ഒരു സാധനം നിങ്ങളുടെ കൃഷി മില്ലറ്റിൽ ഞാൻ കുറെ ക്ലാസ്സുകൾ എടുത്തതാണ്. മില്ലറ്റിൽ ഞങ്ങൾ വൃക്ഷായുർവേദ ഡിക്കോക്ഷൻ സ്പ്രേയിങ് ആണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം നേരത്തെ പറഞ്ഞ ആപ്പിൾ ഒരു ദിവസം ഡോക്ടറെ, കാരണം മണ്ണിലതില്ല. അപ്പൊ നമ്മൾ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ പ്രശ്നം സിക്ലേനിമയ്ക്കൊക്കെ കുറവ് വരും. ഇത്തരം പഠനങ്ങൾ ആവശ്യമാണ്. ഇത് മാറ്റം വരണം. ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാലേ മാറ്റം ഉണ്ടാവുള്ളൂ. എനിക്ക് ക്ലാസ് എടുക്കാനേ പറ്റുള്ളൂ. എൻ്റെ 2 ഏക്കറിൽ എനിക്ക് ചെയ്യാം. റെഡ് ഓഫ് നേച്ചർ അതിലേക്ക് കിടക്കാൻ സമയമില്ല. ക്ലൈമറ്റ് ചേഞ്ചിനും വൃക്ഷായുർവേദത്തിൽ കാര്യങ്ങളുണ്ട്. ഞാൻ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ മാസം ഞാൻ ക്ലാസ് ചെയ്തത് അതായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിൽ എന്താണ് വരൾച്ചയെ ഒഴിവാക്കാനായിട്ട്, മച്ചിയായ മരങ്ങളെ തിരിച്ച് വീണ്ടും ഫലഭൂയിഷ്ടമാക്കാനായിട്ട്, ഫലസമൃദ്ധമാക്കാനായിട്ട്, അതുപോലെ ഫ്രോസ്റ്റ് ഇഞ്ചുറി, മറ്റേ ലൈറ്റ്നിങ് ഇഞ്ചുറി, ഇടി മിന്നിട്ട് പോകുന്ന സാധനങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇന്നത്തെ ചികിത്സയുണ്ട്. ഹിമാലയത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഹിമാലയത്തിലെ ഫ്രോസ്റ്റ് ഇഞ്ചുറി ആപ്പിളിനൊക്കെ വരും. ഇപ്പൊ കിന്നർ ആപ്പിൾ, കിന്നർ കൈലാസം, അവിടെ കൽപ്പ ഞാൻ കൽപ്പന പോയിട്ടതാണ്. അപ്പൊ അവിടേക്ക് ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ വൃക്ഷായുർവേദത്തിലുണ്ട്. അടുത്തത് ഞാൻ പറഞ്ഞു 15% മോഡിങ് ഉണ്ട്. വൃക്ഷായുർവേദ ബ്രാൻഡ് കാര്യം ഞാൻ പറഞ്ഞു. നെക്സ്റ്റ്. ഓക്കെ, ഇത് എന്റെ തന്നെ തോട്ടമാണ്. G9 എന്റെ 2 ഏക്കറാണ്. G9 അത് 30 കിലോ മേലെയുള്ള തോട്ടം. ഇതാണ് കൊലയാണ്. ഞാൻ 10 കൊല്ലം മുന്നേ ചെയ്തോട്ടെ സാധനം. 2017 കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഞാൻ കൂറ്റനാട് കൃഷി ഓഫീസറായിട്ട് ചെയ്തതാണ്. അത് 30 കിലോ തോട്ടം. അപ്പൊ നമ്മളെന്താണ് ആധുനിക ശാസ്ത്രത്തിന്റെ സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ വെഞ്ചുറി അസംബ്ലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ വെഞ്ചുറി അസംബ്ലിയിലൂടെ ഈ 1000 വാഴയ്ക്കും നിങ്ങൾക്ക് ഇതിലൂടെ കയറ്റി വിട്ടാൽ മതി. വൃക്ഷായുർവേദ പുനഃപ്രചലനം എല്ലാ വാഴയ്ക്കും ഒരേ സമയത്ത് കിട്ടി. മറ്റേത് ഈ 1000 വാഴയ്ക്ക് ഒരു തവണ ഒഴിച്ചു വരണമെങ്കിൽ എത്ര തൊഴിലാളികൾ വേണം? ഫിൽട്രേഷൻ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്തിട്ട് ഇതിനകത്തും ഫിൽട്രേഷൻ ഉണ്ട്. ഇതാണ് വെഞ്ചുറി അസംബ്ലി. ഈ സാധനം ഇതിനകത്ത് അരിപ്പിയുണ്ട്. എന്നിട്ട് കൂടാതെ ഇവിടെയും അരിപ്പിയുണ്ട്. 2 അരിപ്പിയുണ്ട്. അല്ല, നമുക്ക് 2 ഡിസ്ക് ഫിൽറ്ററും ഉണ്ട്, നമുക്ക് മറ്റേ ഫിൽറ്ററും ഉണ്ട്. 2 ഫിൽറ്റർ കൂടെ. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. ഹൈഡ്രോ, അതായത് നല്ലൊരു ചോദ്യമാണ്. ഹൈഡ്രോസൈക്ലോൺ ഇതിലിപ്പോ 2 ഫിൽറ്റർ ഉണ്ട്. പ്രൈമറി ഫിൽറ്ററിലെ ഹൈഡ്രോസൈക്ലോൺ വെച്ചു. അപ്പൊ ഗ്രാവൽ പാർട്ടിക്കിൾസ് ഒക്കെ താഴേക്ക് വരും. സെക്കൻഡറി ഫിൽറ്ററായിട്ട് ഡിസ്ക് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഫിൽറ്ററിന്റെ ഫിൽട്രേഷൻ ഇതിന്റെ 7 ടൈംസ് മോറാണ്. അപ്പൊ നമുക്ക് ഫൈൻ പാർട്ടിക്കിളൊക്കെ അവിടെ പോകും. ആകെ കാര്യത്തിലുള്ളൂ എവറി ടൈം മോട്ടർ ഓൺ ചെയ്യുന്നതിന് മുൻപേ ഫിൽറ്റർ കഴുകണം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അപ്പൊ നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം ഇത് ഞാൻ ഡെലിഗേറ്റ് ചെയ്ത സാധനം. അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ സാധ്യതയെ നമ്മൾ ഈ പൗരാണിക ശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ തൊഴിൽ ലാഭിച്ചു, ആൾക്കാരെ ലാഭിച്ചു. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ ഓഫീസറായിട്ടുള്ള സർക്കാർ എനിക്കും കൃഷി പറ്റും. കാരണം ഞാൻ ഇത്ര സൂത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് ഹരിതഗുണപ്പ. അപ്പൊ കുറിച്ചെടുക്കാം. നൈട്രജൻ 4.8% ആണ്. ഫോസ്ഫറസ് 3% പൊട്ടാസ്യം 11.7 ആണ്. ഒക്കെ കൂടി കുടിക്കാൻ 20% ആണ്. 20% പോഷക മൂലകം തരുന്ന ഒരു ഓർഗാനിക് കോൺസെൻട്രേറ്റ് വേറെ ഏതാണുള്ളത്? അതുകൊണ്ടാണ് ഇവൻ മിടുക്കാന്ന് പറയാൻ കഴിയും. കാരണം പൊട്ടാസ്യം 11.7%. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ പ്രധാനപ്പെട്ടതാണ് കാര്യങ്ങളാണ്. നെക്സ്റ്റ്. അപ്പൊ ഇതിലേക്ക് എടുക്കാവുന്ന ഇലകൾ കുറിച്ച് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഈ പരിസരത്ത് കിട്ടാവുന്ന ഇലകൾ ഇവിടെ ഞാൻ അട്ടപ്പാടിക്ക് വരും. ഞാൻ നോക്കി വരികയായിരുന്നു. ഒന്ന് ബാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറോഡെൻഡ്രോൺ. അതാണ് പെരുവലം അഥവാ ഒറ്റവേലൻ അഥവാ പെരുവലം. ഇവനാള് മഹാമിടുക്കനാണ്. ചിലർ മിടുക്കനല്ല. ഇതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട്. ഇവൻ ആന്റി തെർമിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. ആന്റി തെർമിക് പറഞ്ഞാൽ തെങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാലോ, കൊമ്പഞ്ചെല്ലിയാണ്. കൊമ്പഞ്ചെല്ലി അറിയില്ലേ? മണ്ടം തോരുന്നിട്ട് ആ മധുരമുള്ള അടുത്ത മാസം തിരിയാനുള്ള പൂമ്പ് തിന്നു. പൂമ്പ് നിന്ന് ചപ്പി പുറത്തേക്ക് ഇടും. അതിന്റെ മധുരമാണ്. അപ്പൊ അതുകഴിഞ്ഞാൽ ആ പൂമ്പ് വിരിയില്ല. അപ്പൊ ആ പൂമ്പ് വിരിയാതെ വരുമ്പോ ഒരു കൊല കുറഞ്ഞു. അങ്ങനെയൊക്കെ കണക്ക് പോകുന്നുണ്ട്.
ഇത് മുട്ടയിടുന്നത് ചാണകപ്പൊടിയിലാണ്. അതുകൊണ്ട് ചാണകം ഇറക്കി കഴിഞ്ഞ് ആളെ കാണാൻ പിടിക്കുന്നത് എന്റെ ഈ പേപ്പറൊക്കെ തോറ്റു മാപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ഇലയാണ് ഈ ബാണ്ടിന്റെ ഇല, ഈ ഒറ്റക്കാരന്റെ ഇലയാണ് നമ്മൾ ചാണകത്തിൽ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാല് ഒരു പുഴു പോലും ഇതിന്റെ സമാജത്തിന്റെ ശരീരത്തിൽ പോകുന്നത്. അപ്പൊ ഇത്രയും വലിയ പുഴുവിനെ മിടുക്കനെ നശിപ്പിക്കാൻ മാത്രം കഴിവുള്ള ആളാണ് ആര്? അണുനശീകരണ ശേഷി ആന്റി തെർമിക് പ്രോപ്പർട്ടി ആർക്കുണ്ട്? ഈ മറ്റേ ഒറ്റക്കാരനുണ്ട്. പണ്ട് വീട്ടിലെ കുട്ടികൾ അപ്പിയിട്ട് കഴിഞ്ഞാല് ഈ അപ്പി അമ്മമാര് തുടച്ചെടുക്കുന്നത് വെച്ചിട്ടാണ്. കാരണം നമ്മുടെ പേരിലെന്തൊരു പ്രശ്നം, കാര്യങ്ങൾ ആന്റി തെർമിക് ഡെറ്റോണേറ്റ് മുന്നിൽ ഒന്നുമല്ല, അത്ര മിടുക്കനാണ്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് വൃക്ഷ ആയുർവേദത്തിൽ ഇവൻ ഒന്നാമനാക്കും. ഇതിൽ ഇനിയും കുറെ പ്രയോഗങ്ങളുണ്ട്, സമയമില്ലാത്തതാണ് എനിക്ക് അതിലേക്ക് കിടക്കാൻ പറ്റില്ല. വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ രണ്ടത് വട്ടയില. വട്ടയില ഇവിടെ അട്ടപ്പാടി ഈ മേഖലയിൽ ഇഷ്ടം, പാലക്കാട് ഇഷ്ടം പോലെ ഉണ്ട് വട്ടയില. മകരങ്ക പൾട്ടേറ്റ, ചീമക്കൊന്ന, അല്ല അതായത് കഴിക്കുന്ന കാഷ്യ ഫിസ്റ്റുല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് മറ്റേ പുല്ലാനി, കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബണ്ട. പുല്ലാനി നമ്മുടെ ഇഞ്ചിക്കൊക്കെ നമ്മൾ ഇത് ചെയ്യും. നമ്മുടെ ഇഷ്ടം പോലെ പാലക്കാട് മേഖലയിൽ ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞളിനെ ഇഞ്ചിക്കൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിനകത്ത് പൊങ്കാമിയ ഗ്രാവറ. അടുത്തത് ചീമക്കൊന്ന, ലൈൻസിഡിയ സെപ്പിയം. നെക്സ്റ്റ് ഇതിനകത്ത് ചീമക്കൊന്ന, ഉപ്പറ്റേരി മുളകേറ്റം. അടുത്തത് മറ്റേതാണ് നമ്മുടെ ലക്ഷ്മി തരൂ. പിന്നെ മെരിഗോൾഡ്, ചെണ്ടുമെല്ലി എന്നൊക്കെ പറയുന്ന സാധനം. ഇവൻ ആൾ ചില്ലറല്ല, ഇവൻ ആൾ മഹാം മിടുക്കനാണ്. ഇത് ഈ വിരശല്യം മനുഷ്യന് മാത്രമല്ല, പട്ടിക്കും മൃഗങ്ങൾക്ക് മാത്രമല്ല, ചെടികൾക്ക് വരും. അപ്പൊ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൈലം ബസൽ ഫ്ലോയം ബസൽ, ഞങ്ങൾ ഈ സൈലത്തിലൂടെ വെള്ളം ചെയ്ത് ഫ്ലോയത്തിലൂടെ ഭക്ഷണം ചെയ്യുന്നത്. നമ്മളെ പോലെ ഈ അണ്ടാവ് ഇല്ലല്ലോ, നമുക്ക് ഈ അണ്ടാവ് തുറന്നാൽ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവർക്ക് നേരുള്ളൂ. അപ്പൊ ഇത് സ്വാംശീകരണമാണ്. അപ്പൊ ഈ സ്വാംശീകരണം ചെല്ലാൻ നേരത്തെ എന്ത് വെച്ച് കഴിഞ്ഞാല് ഈ നെമാവര ദൃഷ്ടിഗോചരമല്ല, കണ്ണിന് കാണാൻ കഴിയില്ല, അതിൽ ചെറുതാണ്. അപ്പൊ വളരെ വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇതിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാല് വെള്ളം എടുക്കാൻ പറ്റില്ല. ഇത് ഗുണത്തിന്റെ കാര്യം ചെടി എടുക്കാൻ പറ്റില്ല. ചെടി ഇപ്പൊ ശോഷിച്ച് തരും. അവിടെ നമ്മൾ പറയുന്നതാണ് ഈ ചെടി നിൽക്കുന്ന പ്രത്യേകമാണല്ലോ. ചെടി നിൽക്കുന്ന റൂട്ട് എക്സുഡേഷൻ. ഈ റൂട്ട് എക്സുഡേഷൻ വരുമ്പോൾ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇത് മറ്റേ നമ്മളെ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനി ഇതിനെ വൃക്ഷായുർവേദത്തിലെ പ്രത്യേക ഒരു യോഗമുണ്ട്. ആ യോഗം പറയണമെങ്കിൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങളുടെ ജൈവ സമിതി പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് തരികയാണെങ്കിൽ ഇതുപോലെ റെസിഡൻഷ്യൽ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ദാറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. ഓക്കെ, കിടക്കാൻ എനിക്ക് സമയമില്ല, അവ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇത് കാഷ്യ ടോറ തകര. ഓക്കെ, അത് മൈക്കീമിയ അതാണ് ധൃതരാഷ്ട്രം പച്ച. നമ്മൾ അറിയാം, ടെലിഫോൺ പോസ്റ്റ് ഒക്കെ പൊത്തുന്ന സാധനം. ആ വള്ളി നോക്കി നിൽക്കാൻ വളരെ മൈലെ മിനിറ്റ് പറയാം. നെക്സ്റ്റ് ആടലോടകം വലുത്, ആടലോടകം ചെറുത്. ലക്ഷ്മി തരും അതിനൊരു പേര് കൊടുക്കണം. അടുത്തത് മറ്റേ കരിനച്ചി. കരിനച്ചി ഞാൻ ഇടുക്കിയിൽ ചെന്നാൽ മതി. ഇടുക്കിയിൽ എവിടെയും കരിനച്ചിയില്ല. അപ്പൊ ഞാനിപ്പോ ഇടുക്കിക്കാരോട് പറഞ്ഞിരിക്കുന്നത്, ഇത് കൊണ്ടുവന്ന് നിങ്ങളുടെ അവിടെ റോഡിന്റെ സൈഡിലും കോമൺ പ്രോപ്പർട്ടിയിലും നിങ്ങളുടെ സ്ഥലങ്ങളിലും മനഃപൂർവ്വം ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോഗ്രാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കൂവളം, എരിഗസ് മാർഗോസ്. അസാധ്യ സാധനമാണ്. വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാലത്ത് ഇതിന്റെ പാലിലെടുത്തിട്ട് ചുമ്മാ വെറുതെ കഴിച്ചു കഴിഞ്ഞാല് ഈ അൾസർ തുടങ്ങിയ കുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ്. എവിടേക്ക് പോണ്ട, ആരെ കാണണ്ട? എന്റെ ഡോക്ടർക്ക് അത്ര ഇഷ്ടമാവില്ല. ഡോക്ടറോട് ഉങ്ങിന്റെ തലയില് ഉങ്ങി ഇനിയിപ്പം അറിയാലോ, ഈ വേനലും മൂക്കുമ്പോ കുംഭമീന മാസക്കാലങ്ങളും മൂക്കുമ്പോ സകല ഇലകളും പാടിപ്പോകും. പക്ഷെ അപ്പോൾ തളർത്തി നിൽക്കുന്ന സാധനമാണ് ഈ ഉങ്ങിന്റെ തലയിൽ നിങ്ങൾ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാല് സ്ത്രീകളുടെ വെള്ളപ്പൊക്കടക്കുള്ള ന്യൂറോളജിക്കൽ പ്രോബ്ലത്തിന് പരിഹാരമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇൻസിഡന്റിൽ ഞാൻ പറയാം,
ഹരിത പുനപ്പ എന്ന് പറയുന്നതിന് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടി കൂടുതലാണ്. മാംസ പുനപ്പയ്ക്ക് പോഷണം കൂടുതലാണ്. തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഹരിത പുനപ്പ സ്പ്രേ ചെയ്യാനും ന്യൂട്രിയന്റ് വാല്യൂ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ മാംസ പുനപ്പ മണ്ണിൽ ഒഴിക്കാനും പറയുന്നത്. ജാഗ്രത. അതുകൊണ്ട് ഇത് രണ്ടും ഉള്ളത് നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയൊരു അളവിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരിഹാരമാണ്. നിങ്ങളുടെ വളം നിങ്ങളുടെ കൃഷി നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് മാംസ്യപുനപ്പ. അത് മത്സ്യപുനപ്പ. മത്സ്യപുനപ്പ എന്ന് പറയുന്നത് തെങ്ങിനെ അപ്രീഷിയേറ്റ് തെങ്ങിന്. ഓക്കെ, തെങ്ങിനെ ഇത് ചെയ്യും. അത് നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് കുക്കിട പുനപ്പുണ്ടോ? കുക്കിട പുനപ്പ. കുക്കിട എന്ന് വെച്ചാൽ ആരാണ്? കോഴി. അപ്പൊ കോഴി വേസ്റ്റ് ആണല്ലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതിപ്പോ ഞങ്ങളുടെ ഒരു അഡീഷൻ ആണ്. ഗ്രന്ഥങ്ങളിൽ ഇതില്ല. ഞങ്ങളിൽ നിന്ന് ബോഡി ഉണ്ട്. ആ ബോഡി ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം, ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ കോഴിയുടെ വേസ്റ്റ് എന്ത് ചെയ്യും? അപ്പൊ ആ ചിറക് ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങൾ വേസ്റ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് കുക്കിട പുനപ്പ ഉണ്ടാക്കാം. അപ്പോൾ കുക്കിട പുനപ്പ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങൾക്ക് കൊച്ചു വെച്ചോളൂ, പഴവർഗ്ഗങ്ങൾക്ക് ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാറ്റിനും ഉപയോഗിക്കാം, പക്ഷെ പഴവർഗ്ഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുക്കിട പുനപ്പ. കാരണം ഇതിന് വേറെ പഠനങ്ങളുണ്ട്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മൾ തെങ്ങ്. ഇതൊക്കെ തെങ്ങിനെ നമ്മൾ കട്ടപ്പാരോട് ചെയ്തിട്ട് നമ്മൾ തെങ്ങിന് കൊടുക്കുകയാണ്. അവ സെക്കൻഡ് സ്റ്റേഷനിലെ ഒരു സാധനമാണ്. അഗ്നിഹോത്രം പറയാൻ എനിക്ക് സമയമില്ല. സ്കിപ്പിംഗ്. ഓക്കെ, എന്റെ പുസ്തക മന്ത്രി നമ്മുടെ പ്രസാദ് സാറാണ് ചെയ്തത്. നമ്മൾ പ്രൊട്ടക്ഷൻ മന്ത്രി. നെക്സ്റ്റ്. ഇത് ആൾക്കാര് ക്ലാസ് എടുക്കുമ്പോ പറയും, സാറ് നാളെ പശുവിന് കിട്ടാനില്ല. അപ്പൊ ഇത് മായനൂർ കൃഷി ജില്ലയുടെ നവോദയ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഇതാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം നേവിയിൽ എഞ്ചിനീയർ ആയിരുന്നു. ഒരു 1063 നാളെ അനങ്ങനടി അതടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് രാജ്യനാരായണൻ, നമ്മുടെ ഏറ്റവും നല്ല കർഷകൻ കേരളത്തിന്റെ. അത് കാങ്ക്രേജ് ആണ്. കാങ്ക്രേജിന്റെ ഗിറുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം ആൾക്കാരെ ഇവിടെ അട്ടപ്പാടിക്ക് ഇനങ്ങളുണ്ട്. അട്ടപ്പാടിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. നെക്സ്റ്റ്. ഇതാണ് ഞങ്ങളുടെ കഥകളിലെ. അദ്ദേഹം വന്നു, മറ്റേ മേജറിലേക്ക് വന്നു, ഞങ്ങൾ കൊത്തുത്സവം നടത്തി. ഇതാണ് കൂട്ടിയിട്ട നെല്ല്. ഈ കൂട്ടിയിട്ട നെല്ല് കണ്ട് അന്തം വിട്ടിട്ടാണ് ഞങ്ങൾ അരി ചെയ്യുന്നത്. നെക്സ്റ്റ്. അപ്പോ നാട്ടുകാരെ അരി തിന്നിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചോറ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം എനിക്കൊരു 3/4 കിലോ 1 കിലോ ഒരു പാത്രത്തിലാക്കി തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ 40% തവിടോട്ട് പോയിട്ട് ഞാൻ ചോറുണ്ടാക്കി ആ കഞ്ഞിവെള്ളം എടുത്തു. എന്നിട്ട് ആ ചോറിലത് തന്നെ നമ്മള് കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ ആ ചോറ് വെച്ചത്. അപ്പൊ പണ്ട് ചെങ്കഴമ അച്ഛൻ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ പണ്ട് ചെങ്കഴമ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. ആ ചെങ്കഴമ, നിങ്ങൾക്ക് ചെങ്കഴമ അറിയാമോ? നിങ്ങൾക്ക് ബാക്കി വന്നാലും സാർ ചെങ്കഴമയുടെ ചോറ് കഴിച്ചാൽ സാർ നിങ്ങൾ ചെങ്കഴമ കഴിച്ചിട്ടുണ്ടെന്ന് നിശ്ചയം കൺഫ്യൂസ് ഒന്ന് പാക്കട്ടെ സാർ. നിങ്ങൾ എല്ലാവരും നൽകും. എല്ലാവരും ദീർഘശ്വാസം. കയ്യെന്നടിച്ചാൽ ഓക്കെ സാർ. അപ്പൊ എന്തായി, പിറ്റേ ദിവസം വെള്ളച്ചോറ് പഴഞ്ചോറെന്നാ പറയുക. അപ്പൊ അതിനകത്ത് ഇത് പച്ചമുളക് ഇച്ചിരി തൈരും കൂടി. ഏത് മാർച്ച് മാസമായിരുന്നു ആലോചിക്കണം. പറക്കും സാർ, സന്ദേഹം കൊടുക്കാം. അവിടെതാണ്. അപ്പൊ എന്താക്കി, ഗോതമ്പ് അരി ഇതാക്കണത്, മറ്റേ ചപ്പാത്തി ഇതാക്കണത്. അപ്പൊ அந்த தவிடு ஒரு டீஸ்பூன் அந்த ஆட்டா இதை மிக்ஸ் பண்ணி
മിക്സ് പണി ചപ്പാത്തി ഉണ്ടാക്കി ഇതാക്കുന്നുണ്ട്. എപ്പടി ഇருக்கு பாருங்க. കാന്തി കൂട്ടാൻ, ശോഭ കൂട്ടാൻ, നിറം കൂട്ടാൻ. ഞാൻ പറഞ്ഞിട്ട് 8ാമത്തെ ഗുണം ഇപ്പിടി ഇருக்கு. അതുകൊണ്ട് ഞങ്ങളത് 100 രൂപയ്ക്ക് അയച്ചത്. തമിഴ് 100 രൂപയ്ക്ക് അയച്ചത്. അത് 70 രൂപയ്ക്ക് വിട്ടപ്പോ ഇത് ചുമ്മാ പേച്ചറ വേലയല്ല, വൃക്ഷായ വേറെ ലെവലാക്കും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. എന്താണ് ചോറ് നന്നായാൽ ചോറ് നന്നാവുന്നത് കൊണ്ടാണ് ഇപ്പൊ കുട്ടികളുടെ ബഹളം വെക്കുന്നത്. അവർക്ക് അവിടെ പോകണം, ഡിസൈനർ ഹോട്ടലിൽ പോകണം, മറ്റേ ഹോട്ടലിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കുട്ടികളുടെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കൊണ്ടൊരു ചപ്പാണ് സാർ. വെളുത്തരിയിൽ ഒരു തേങ്ങയും ഇല്ല. കഴിയുന്നത് മട്ടരി ശീലിക്കുക. കഴിയുന്നത് നിങ്ങളുടെ കൃഷിയെടുത്ത് നിങ്ങളുടെ ചോറ് നിങ്ങൾ ഉണ്ടാക്കുക. കാലത്ത് നടക്കാനുള്ള സ്വഭാവമാണ് ചില ആൾക്കാർക്ക്. വെറുതെ പട്ടിയുടെ കടിയൊന്നും കൊണ്ടുണ്ട് പട്ടിയുടെ അടിയിലും വീഴണ്ട. നിങ്ങൾ ഈ 1 മണിക്കൂർ 1.5 ഞാനെന്താ ചെയ്യുന്നത്? എന്റെ പാടത്ത് എന്റെ കൃഷിയെടുത്ത് ഞാൻ പോകും, വിയർക്കണ വരെ ഞാൻ 1 മണിക്കൂർ നമുക്ക് വേർത്ത്. അത് മതി. എനിക്ക് പട്ടിയുടെ കടി കൊള്ളണ്ട, പട്ടിയുടെ അടിയിലും കൊള്ളണ്ട. നമ്മളിതൊക്കെ ചെയ്യണം. കാരണം നിസ്സാര പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് രക്തശാലി. ഞങ്ങളാണോ 1 കിലോ ആക്കിയത്. അതാണ് ഞങ്ങൾ 200 രൂപയ്ക്ക് ഞങ്ങൾ വിളിച്ചത്. ഓക്കെ, ഇത് ഞങ്ങളുടെ മെമ്പർ, ഞങ്ങൾ MLA VT ബലറാമ. അപ്പൊ VT ബലറാമിന് അത് റിലീസ് ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടിയുള്ള ഫോട്ടോ ബസ് സ്റ്റാൻഡില് കുറെ കാലം ബസ് സ്റ്റാൻഡ് ആഗ്രഹമുണ്ടായി. മറ്റേ അതാണ് 5 കിലോ 10 കിലോ. ഇനി അടിക്കും. അത് കണ്ടില്ലേ? ആ ആമക്കാവ് പാടശേഖരത്തില് ആ ചെയ്ത 5 ഏക്കർ കണ്ട പച്ചച്ച് നിൽക്കുന്നത്, ചെയ്യാത്ത ഭാഗം മഞ്ഞച്ച് നിൽക്കുകയാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് മേഴ്സി അമ്മ. ഇവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാണികുളത്ത് ഒരു വീട്ടമ്മയാണ്. എന്റെ ക്ലാസ് കേട്ടിട്ട്, അത് ശരത് മോഹനാണ് അവിടുത്തെ കൃഷി ഓഫീസർ. എന്റെ ക്ലാസ് കേട്ടിട്ട് അവര് കുഴപ്പയുണ്ടാക്കിയിട്ട് റോട്ടിലൂടെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ, മിനറൽ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് അത് നിറച്ച് കൃഷിഭവൻ അംഗീകരണം പദ്ധതിയുടെ ഭാഗമായിട്ട് അതും വെച്ചിട്ട് അത് 70 രൂപയ്ക്കാണ് ഒരു ലിറ്റർ പുനഃപ്ലാസ്. ഒരമ്മയ്ക്ക്, ഒരു വീട്ടമ്മയ്ക്ക് ദിവസം വേറെ ഭർത്താവിനോടും വേറെ മക്കളോടും ചോദിക്കാതെ ഒരു 15 രൂപ കിട്ടിയാൽ വല്ല കുഴപ്പമൊന്നുമില്ല. ഇതാണ് വിപ്ലവം. ഒരു കൈകൊണ്ട് കൊടുക്കാൻ അമ്മാവത്. அப்ப அந்த அம்மா இந்த வாட்டி വിമൻസ് കോളേജ് ട്രിവാൻഡ്രത്തിലെ മലയാളം ഡിവിഷനില് അവിടെ ഒരു മാഗസിൻ ഉണ്ടാക്കി. അത് அந்த മാഗസിനില് വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് ഒരു ആർട്ടിക്കിൾ തരണമെന്ന് ട്രിച്ചിയിൽ വെച്ചിട്ട് അതിന്റെ പ്രൊഫസറെ ഞാൻ കണ്ടു, മലയാളം പ്രൊഫസറെ. ഞാൻ ട്രിച്ചിയിലെ തെക്കേക്കോളം ഞാൻ കയറി മലയക്കോട്ടേക്ക് കാണാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ വാട്സാപ്പ് നമ്പർ കൈമാറി. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനൊരു സാധനം തരാൻ പറ്റി. ഞാൻ ഇവരുടെ ആർട്ടിക്കിൾ എനിക്ക് കൊടുത്തു. അവർ ഓൺലൈൻ മാഗസിനിലെ ഈ അമ്മയായിരുന്നു താരം. അപ്പൊ അതാ നമ്മൾ ഒറ്റപ്പാലത്ത് ഒരാളുണ്ട് എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഒറ്റപ്പാലത്താണ്. ഓക്കെ, സുധീഷ് അല്ല അപ്പൊ ഇതാണ് നമ്മുടെ മാത്തിച്ചേട്ടന്റെ കൃഷിയിടമാണ്. അപ്പൊ മാത്തിച്ചേട്ടൻ എന്റെ കൂടെ നിൽക്കുന്നില്ല, അതാണ് നിൽക്കുന്നത്. മാത്തിച്ചേട്ടൻ്റെ സ്റ്റൈലൻ കർഷകനാണ്. ഞങ്ങളവിടെ കണ്ണൂരിൽ ഞങ്ങൾ കുറെ യാത്ര ചെയ്തതാ. അപ്പൊ മാത്തിച്ചേട്ടൻ അപ്പൊ ഇവിടെ അഗളിയില് VHSCക്ക് കൃഷിയുള്ള 2 സ്കൂളുണ്ട്. അപ്പൊ VHSC പിള്ളേരാണ്. അപ്പൊ പിള്ളേരെ വെച്ചിട്ടാണ് ഞങ്ങള് ഈ മൃതസഞ്ജീവനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരൾച്ചക്കെതിരെയുള്ള വൃക്ഷായുർവേദ യോഗം ഞങ്ങൾ അവിടെയാണ് ചെയ്തത്. കൃഷി ഓഫീസറുണ്ട്, എല്ലാവരും വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഞങ്ങളൊന്ന് ചെയ്തു. അപ്പൊ മാത്തിച്ചാട്ടന്റെ വീഡിയോ ഉണ്ട്. എനിക്ക് സമയമില്ലാത്ത എനിക്ക് കാണിക്കാൻ വയ്യ. കാപ്പിയുടെ ഫ്ലവറിങ് കൂടി
ഈ കുരുമുളകിന്റെ തോക്കയുടെ വലിപ്പവും കൂടി തൂക്കവും കൂടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ എൻഡോഴ്സ്മെന്റ്. ഓക്കെ, ഇത് ഞാൻ എനിക്ക് കിടക്കുന്നില്ല. നെക്സ്റ്റ് അടിച്ചോളൂ, കിടക്കുന്ന സമയമില്ല. ഇത് ഇപ്പൊ എന്റെ ഫാമിലിത്തെ ദേശ നമ്മുടെ തൊഴിലാളിയാണ് ചാമി. നേരത്തെ നിങ്ങൾ കണ്ടു. ഇവരൊക്കെ ഞാൻ ഇതിലെ പഠിപ്പിച്ചു. സുന്ദരി എന്ന പേര്. ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ചു. ഇവർ കൃഷാരോഗ്യത്തിലെ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് മുടിക്കായിട്ടുള്ള ആൾക്കാരാണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗീതം, അഫെക്ഷൻ. നിങ്ങളുടെ വീട്ടിൽ തെങ്ങുകൾക്കോടെ പേരിടുക. ആ പേരിട്ട് കുട്ടികളെ വിളിക്കാൻ പറയുക. ഇടയ്ക്കിടയ്ക്ക് പോവുക, മുത്തം വെക്കുക, ആരെങ്കിലും ചെയ്യുക. ഇപ്പൊ അഥവാ വീട്ടിൽ നടന്നില്ലെങ്കിൽ അവിടേക്ക് നടക്കട്ടെ. വീട്ടില് ഭയങ്കര സ്നേഹമാണ്. ഇനിയിപ്പോ അവിടെ നടക്കുന്നില്ല, അതിന് ഡോണ്ട് വരി. നിങ്ങൾ ആ സ്നേഹം ഇവിടേക്ക് കാണിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ പാർട്ട് 2 എണ്ണം വെക്കും. അപ്പൊ നമുക്ക് 4 എണ്ണം വെക്കാം. ഓക്കെ, അപ്പൊ അവരിത് മനസ്സിലാക്കുന്നു. സാർ, ഇതാണ് എല്ലാവർക്കും തേരെ. ഈ ചേർത്ത് നിർത്തേണ്ട ഞാനുണ്ട് സ്നേഹം ഇന്ന് തലമുറ. ഇത് ആർക്കാണ് വേണ്ടായിട്ട്? ഇതില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം മൊത്തം. സംഘർഷം, ഷണ്ടയ്ക്ക് മേലെ ഷണ്ടൈ. ഞാൻ പോറ എൻ വീട്ടുക്ക് എൻ വക്കീൽ പേസുവാ. അപ്പൊ 12% yielding ഫീസ്. മനസ്സിലായില്ലേ? 12% തഞ്ചാവൂരിന്റെ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ പറയാനുള്ളത്, മാതാമ എന്റെ ക്ലാസ് കേട്ടു. എന്റെ ഗ്ലോബൽ ആയുർ ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് എന്റെ ക്ലാസ് കേട്ടിട്ട് മാതാമ സൗത്ത് ജർമ്മനി എന്നുള്ളതാണ്. അപ്പൊ എന്നെ വിളിച്ചു, സർ ക്യാൻ ഐ കം ടു യുവർ പ്ലേസ്? ഓക്കെ, വരാൻ പറഞ്ഞു. അവര് പട്ടാമ്പി വന്നു, ഒറ്റപ്പാലത്ത് വന്നു, ഞാൻ എടുത്തു. മാതാമ പിന്നെ 4ാമത്തെ ദിവസം വിളിച്ചത് പറയുന്നു. അപ്പൊ മാതാമയ്ക്ക് ഇതൊക്കെ കൂടി കാണിച്ചു. മാതാമ ആയുർവേദ ഡോക്ടറാണ് സൗത്ത് ജർമ്മനിയില്. അപ്പൊ ആ കിടത്തി ചികിത്സയുണ്ട്. നമ്മുടെ AVP സ്റ്റുഡന്റാ. കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിലെ അന്ത 25 വർഷങ്ങൾക്ക് മുന്നാടി വന്ന് പഠിച്ചതാണ്. ആയുർവേദം പഠിച്ച ആയുർവേദം അറിയാം. ജർമ്മനിക്കാർക്ക് നമ്മളെ വലിയ ഇതാണ്, സംസ്കൃതമൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ വന്നു. ഞങ്ങള് ശ്രീകൃഷ്ണപുരത്തെ വെങ്കട്ടരമണനാണ് ആ സന്തോഷ് നഴ്സറി. അറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ആ സന്തോഷ് നഴ്സറിയിൽ അവിടെ പോയി. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ സന്തോഷ് നഴ്സറിയിലെ ആ ചെമ്പടാക്ക് ആ ഗുലാബിന്റെ ചോളയുണ്ടല്ലോ, ആ ചോളയും ഇളനീര് വെള്ളം കൂടി കൊടുത്തത് കൂടി മാതാമയ്ക്ക് എവിടേക്കും പോണ്ടെന്ന് അത്ര ഇഷ്ടമായി പോയി. കാരണം അത് അങ്ങനെയാണ്, അറിയാലോ. അപ്പൊ ഞങ്ങളത് ഇത് കഴിഞ്ഞു. സാർ അതിന് മുന്നത്തെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, കൃഷിയിടത്തെ ഒരു ക്ഷേത്ര വിശുദ്ധിയോടെ കാണുക. ക്ഷേത്ര വിശുദ്ധി നമ്മളൊരു ദേവാലയം പോലെ കാണില്ല. കാറി തുപ്പരുത്, ശാപവാക്കുകൾ ചൊറിയരുത്, കയറക്കെ സംസാരിക്കരുത്. എന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കും? സാർ, ഒരു 3 പേഴ്സ് മനസ്സിലുള്ള എണ്ണ ഇറുക്കുന്ന് അല്ലെ, ഭാവം പേഴ്സ്. അപ്പൊ ശാപവാക്കുകൾ പറയുക, വാക്കുകൾ പറയാതിരിക്കുക, അവിടെ ചെന്ന് കയർത്ത് സംസാരിക്കാതിരിക്കുക, കാറി തുപ്പാതിരിക്കുക. മുതലാളി തൊഴിലാളി വിരിയനെ മാടി കാരണം ഒക്കെ പോസിറ്റീവാണ് അല്ലെ. വിരിയനേപ്പവൻ ഏമാളി, അത് വെன்று കുടിപ്പവൻ അനുവാളി. കാരണം നീ കൊടുക്കുന്ന പോസിറ്റീവ് വൈബാണ്. ഈ പോസിറ്റീവ് വൈബ് അവിടെ മനസ്സിലാക്കില്ലേ? അവിടെ ചെന്നിട്ട് ജീവിതം എനിക്ക് ഈ രീതിക്കൊക്കെ പാടി ആ നിറഞ്ഞു നിൽക്കുന്ന തക്കാളി അപ്പത്താണ്. കാരണം വാട്ട് യു ഗിവ്, നിങ്ങൾ ആ ഒരു ഇമ്പൾസ് ആണ് കൊടുക്കുന്നത്. കാരണം അതാണ് പറയുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻസ് 20%, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് 80%. സർ സുമ്മാ പാരുക, 3 പേഴ്സ് ഭാവം പേഴ്സ് പോവുക, ഒന്ന് തലോട്, ഒന്ന് ചേർത്ത് നിർത്താൻ. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് കിട്ടാൻ. ഈ ബ്ലൂടൂത്ത് 500 ബ്ലൂടൂത്ത് ഓൺലൈൻ കിട്ടുന്നു. അപ്പൊ ഇതിലത്തെ നാട്ട സിന്ധുവൈരവി ഹരഹരപ്രിയ ഉത്തര സ്വയംവര ഹരഹരപ്രിയാണ്. ഈ സാധനങ്ങളുടെ കാലത്ത് വേണ്ടി അതിന്റെ ശബ്ദവീചികൾ എടുക്കുന്ന അത്രയും സ്ഥലത്ത് ആ സൗഖ്യം കിട്ടും. ഞാൻ പശുഫാമിലൊക്കെ സംഗീതം വെച്ച്. ഓക്കെ, ഞാനൊരു സത്യമായിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. സർ, കണ്ണീര് നമുക്ക് 2 തരത്തിലുണ്ട്.
സങ്കടമുള്ളപ്പോൾ കണ്ണീര് വരും, സന്തോഷമുള്ളപ്പോൾ കണ്ണീര് വരും. ഇത് രണ്ടും ഒന്നാണ്. ആക്കൃതൊക്കെ ഒന്നതാ. ஆனால் உள்ளுக்குள்ள മോളിക്കുലർ സ്റ്റഡി നടത്തുമ്പോൾ അത് രണ്ടും രണ്ടാണ്. സാർ പ്ലീസ് 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 ഒന്ന് സൈഡ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ വീട്ടുന്നില്ല. അപ്പൊ 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 തർക്കില്ലല്ലോ. അപ്പൊ നിങ്ങള് സംഗീത സാന്ദ്രമായ ഒരവസ്ഥയിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ സന്തോഷം സംഗീത സാന്ദ്രമായ ഈ ചെടികളെ സന്തോഷിപ്പിക്കുമല്ലോ. അപ്പൊ നോക്കൂ, ഒരു പട്ടിയെ നിങ്ങൾ തലോടി കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതകാലം മുഴുവൻ ആ പട്ടി മറക്കില്ല. ഒരു പശുവിനെ തലോടിയാൽ അതിങ്ങനെ നിന്ന് തരും. തർക്കില്ലല്ലോ. സുനാമി ഉണ്ടായപ്പോ കെട്ടിയിട്ട പശുക്കളെ ചത്തുന്നു. കെട്ടിയിടാത്ത ഒരു പശുവും ചത്തില്ല, കെട്ടിയിടാത്ത ഒരു നായയും ചത്തില്ല. ഈ 10,000 കിലോമീറ്റർ അപ്പുറത്ത് സുമാത്ര ദ്വീപിൽ ഈ സാധനം പൊട്ടിയപ്പോൾ ഇവർക്ക് അവിടെ വിവരം കിട്ടി. അവർക്ക് എക്സ്ട്രാ ഈ പവർ വളരെ കൂടുതലാണ്. അവർ ഓടിപ്പോയിട്ട് റൈറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഇതിലെ ചിലവർക്ക് ചെവിച്ചിരി പതുക്കാൻ നോക്കിയാണ് അവർ ഊമകളായിരിക്കും. പക്ഷെ അവർക്ക് മറ്റു 4 ഫാക്കൽറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ മൊരടനക്കം വന്നിട്ട് വെള്ളം ചോദിക്കുമ്പോഴറിയാം ഈ വെള്ളം ചോദിച്ചതാണോ ഉദ്ദേശം, അത് വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത്. നമ്മൾ కొంచెం തണ്ടി എടുത്തിട്ട് വന്നിട്ടാണല്ലോ ചെല്ലുക ഇവിടുക്കാൻ. അപ്പൊ അവന്റെ ഈ മൊരടനക്കം കേൾക്കുമ്പോഴറിയാം ഇപ്പൊ ഉദ്ദേശം വെള്ളം ചോദിക്കാൻ അല്ലെങ്കിൽ വേറെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. അവർക്ക് ആ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്, കാരണം ഇത് കുറവാണ്. നായ്ക്കളിലേക്ക് വന്നു അല്ലെങ്കിൽ മൃഗങ്ങളിലേക്ക് വരുമ്പോൾ മൃഗങ്ങൾക്ക് സംസാരശേഷിയില്ല, ചിരിക്കില്ല, ഇതൊന്നുമില്ല. അവർക്ക് ഈ എക്സ്ട്രാ പവർ നമ്മളെക്കാൾ കൂടുമ്പോൾ കുറയില്ല, കൂടും. സസ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കില്ല, ചലനശേഷി പോലും ഇല്ല. അപ്പൊ ഈ പവർ അവർക്ക് ഒന്നും കൂടി കൂടുമ്പോൾ കുറയുന്നു. ആൻസർ ഇസ് വെരി ക്ലിയർ. അപ്പോ നിങ്ങളോട് സ്നേഹം കൊടുത്താൽ നിങ്ങൾ ആ സ്നേഹം തിരിച്ചിരുന്നു. ഒരു പട്ടിയെ തലോടിയാൽ ആ പട്ടി നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചിരുന്നു. നിങ്ങൾ ഒരു സസ്യത്തിന് ഒരു വിളയ്ക്ക് ആ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ദ ഓൺലി ലാംഗ്വേജ് അവർക്ക് തിരിച്ചു തരാവുന്ന ഒരൊറ്റ ഭാഷയുള്ള എന്താണ് കൂടുതൽ തരിക. അവർക്ക് വേറെ അറിയില്ലല്ലോ. മനസ്സിലായില്ലേ? ആ തരുന്നത് എങ്ങനെയും കൂടി ആയിരിക്കും, അങ്ങേയറ്റം സ്വാദിഷ്ടമുള്ള കൂടി ആയിരിക്കും, നാക്ക് സുഖം. മനസ്സിലായില്ലേ? അത് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്വപ്നം കാണുന്നു, ഇപ്പൊ നമ്മള് സാധാരണ അരി, ഓർഗാനിക് അരി, വൃക്ഷായുർവേദ അരി, ഇനി നമുക്ക് അധികം താമസിയാതെ തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ കൂടി നമ്മൾ ഇതൊരു വലിയൊരു എക്കോസിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വൃക്ഷായുർവേദ അരി എക്സ്പോസ്ഡ് ടു മ്യൂസിക് ആൻഡ് അഫെക്ഷൻ. അപ്പൊ അത് വേറെ ലെവലായിരിക്കും. തർക്കം വിൽക്കാം, സന്ദേഹം വിൽക്കാം. അപ്പൊ അന്തർ ടാഗോട് കൂടിയിട്ട് നമുക്ക് ഇത് വിൽപ്പന ചെയ്യാൻ പറ്റണം. ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും അത് വാങ്ങിക്കാനും നിങ്ങൾ 500 രൂപ പറഞ്ഞാലും അത് വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ. 500 രൂപ പറഞ്ഞാൽ 20 രൂപയ്ക്ക് 10,000 രൂപയുള്ളൂ, 2.5 ലക്ഷം രൂപ ശമ്പളം. വയനാട്ടിലായി ഞാൻ ഇന്നലെ നിന്നിട്ടാ വരുന്നത്, അതിന് 400 രൂപ അല്ലെ, 500 രൂപ. ഇല്ല മേഡം ഞങ്ങൾക്ക് ഇന്നലെ ഒരു അരി തന്നു, ചോറ് തന്നു, അതിന് 500 രൂപയാണ്. 500 രൂപയ്ക്ക് അരി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് വൃക്ഷായുർവേദ പ്രോഡക്റ്റ് എക്സ്പോസ്ഡ് ടു ഇന്ത്യൻ മ്യൂസിക് ആൻഡ് അഫെക്ഷൻ എന്ന് പറഞ്ഞ ടാഗ് ലൈനോട് ഒരു സാധനം വന്നു കഴിഞ്ഞാല് അത് തരാൻ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുന്നു. ഒന്ന് അവിടെ തന്നെ ഇരിക്കണം. അവർക്ക് ഇരിക്കുന്നവരായിരിക്കും, അവർക്ക് നല്ല ഭക്ഷണം കിട്ടാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും, അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. വിറ്റാൽ മാത്രമേ ഏകദേശം ഇപ്പോ നമുക്ക് മെമ്പർമാരെന്ന് പറഞ്ഞാലേ നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും, അമേരിക്കയിലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർ നമ്മുടെ അംഗങ്ങളാണ്, അവരിപ്പോ അമേരിക്കയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ കഴിയും. ഫ്രാൻസിൽ ഉള്ളവരുണ്ട്, UK ഉള്ളവരുണ്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവരൊക്കെ നമ്മുടെ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. അവർക്ക് അവിടെ മാർക്കറ്റിംഗ് സൗകര്യങ്ങളുണ്ട്.
ആ സൗകര്യങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നത്. നമ്മുടെ ആളുകളെ വഴിയിലപ്പോ നമുക്ക് ഇതൊക്കെ വിൽക്കാൻ കഴിയും, കൊടുക്കാൻ കഴിയും. അത് ഇവിടെ തന്നെ കൊടുക്കല് നല്ല വിലയ്ക്ക് നമുക്ക് ഇവിടെയും കൊടുക്കാൻ കഴിയും. അതാണ് താല്പര്യം. അതിനാണ് പറഞ്ഞത് മൂന്ന് വിധത്തിലാണ് ഇപ്പൊ നമ്മൾ അതിനൊരു ശ്രമം നടത്തുന്നത്. ഒന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, കമ്പനി ഉണ്ടാക്കണം. കമ്പനി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നെല്ലിന്റെ കാര്യം പറയുമ്പോൾ നെല്ല് സർക്കാർ ഏറ്റെടുക്കുന്നു, എടുത്തിട്ട് കാശ് തരുന്നില്ല. എടുക്കാമെന്ന് പറഞ്ഞു, എടുക്കണില്ല. സൂക്ഷിക്കാൻ കർഷകർക്ക് സ്ഥലമൊന്നും ഇല്ല. പണ്ടത്തെ പത്തായങ്ങളോ സൗകര്യങ്ങളോ ഒന്നും പിടിയില്ല. അപ്പൊ സൗകര്യങ്ങളില്ലാതെ സൂക്ഷിക്കാൻ സൗകര്യമില്ല, സർക്കാർ എടുക്കുന്നില്ല. അതവിടെ കിടന്ന് നാശമായി പോകുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നെല്ല് നല്ല ഓർഗാനിക്കായ ഉൽപ്പന്നങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ വാങ്ങും. ഓർഗാനിക് മാത്രമേ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, എല്ലാം നെല്ലില്ല. അപ്പൊ ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. ആ നെല്ല് മാന്യമായ വില കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങണമെങ്കിൽ കമ്പനിയുടെ അടുത്ത് കാശ് വാങ്ങണം. കമ്പനിയുടെ അടുത്ത് കാശ് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഒരു ഷെയർ എടുക്കണം. അത് കർഷകർ ഒരു ഷെയർ മിനിമം ആണ് പറഞ്ഞത്. നമ്മളൊക്കെ ആലോചിച്ച് 10 ഷെയറോ 20 ഷെയറോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കൂടുതൽ ഷെയർ നമ്മൾ എടുത്താൽ അതിന് ഈ നെല്ല് വാങ്ങി അത് അരിയാക്കി നമുക്ക് വിൽക്കാം. അപ്പൊ വിൽക്കാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ അരിവണ്ടി ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ധാരാളം സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും, നെതർക്കായ ഉണ്ടാക്കിയാലും ചേന ഉണ്ടാക്കിയാലും അതൊക്കെ നമുക്ക് വിൽക്കാം. എല്ലാം വിൽക്കാൻ ഇത് ഉണ്ടാക്കുന്നവർക്ക് കാശ് കിട്ടും. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്കാണെങ്കിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു കാര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ ഇപ്പോ നെതർക്കായ്ക്ക് വല്ലാത്ത വില ഇടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 18 രൂപ വരെ വില വന്നു താഴെ. 18 രൂപയ്ക്ക് 20 രൂപയ്ക്കോ 25 രൂപയ്ക്കോ കൊടുത്താൽ മുതലാവില്ല കിലോ കായ. ആ സമയത്ത് നമ്മള് 35 രൂപയ്ക്ക് കർഷകർ നെതർക്കായ വാങ്ങി 40 രൂപയ്ക്ക് വിറ്റു. അതായത് 2.5 കിലോ 100 രൂപ എന്ന് പറഞ്ഞ് വിറ്റ് ആ കർഷകരെ നമ്മൾ സഹായിച്ചു. അവർക്ക് 20 രൂപയ്ക്കൊക്കെ 20 രൂപ കിട്ടണോടത്താണ് നമ്മള് 35 വിറ്റെടുത്തു. മറ്റു കർഷകർക്ക് കിട്ടുന്ന വില അവര് 40 കച്ചവടക്കാർ വിൽക്കുന്നത്, നമ്മൾ 40 കിട്ടുന്നത്. പക്ഷെ കച്ചവടക്കാർ വാങ്ങിയിട്ട് 20 രൂപ 18 രൂപ, നമ്മള് 35 രൂപ വാങ്ങിയിട്ടാണ് 40 വിറ്റത്. അങ്ങനെ ആപത്ത് കാലത്ത് കർഷകരെ സഹായിക്കാൻ മാത്രമേ കഴിയൂ. ആ കൂട്ടായ്മ വലുതാക്കിയാൽ എല്ലാവരുടെയും എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കെടുക്കാനും അവരെ രക്ഷപ്പെടുത്താനും കഴിയും. അല്ലെങ്കിൽ കർഷകരുടെ കണ്ണീരിന് അതിർത്തി ഉണ്ടാവില്ല. സർക്കാർ കാണുമെന്ന് വിചാരിക്കണ്ട. അവിടെ വേറെ ചില കേസുകളൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മളെ സഹായിക്കുന്ന ഒരവസ്ഥ വേണം. ആ അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് 3 മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത്. ഒന്ന്, കമ്പനി ഉണ്ടാക്കി സാധനങ്ങൾ എടുക്കണം, റെഡി ക്യാഷ് സാധനങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അത് വിൽക്കാനുള്ള ഇടം വേണം, അത് കൊണ്ടുപോകാനുള്ള ഇടം വേണം. കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടാണ് അരിവണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ അരിവണ്ടിയിൽ കൊണ്ടുപോയി നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം പയറോ വെള്ള എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് ആവശ്യക്കാരുടെ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ എത്തിക്കാൻ നമുക്ക് കഴിയും. അതൊന്നാണ്. പിന്നെ അടുത്ത കാര്യം വഴിയമ്പലങ്ങൾ ഇത് വിൽക്കുന്ന വിൽപ്പന കേന്ദ്രങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി സാധനം വാങ്ങാൻ സൗകര്യം ഉണ്ടായിരിക്കും. നാട്ടുകാർക്കൊക്കെ വാങ്ങാം. ഇവിടെ കൂടുതൽ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ അരിവണ്ടി കൂടി കൊണ്ടുപോകാൻ കഴിയും. 3 ഇതാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനിയും നമുക്ക് കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. നമ്മളെന്താ വെച്ചാൽ വിദ്യാഭ്യാസത്തിനൊക്കെ തയ്യാറാണ്. അപ്പൊ മറ്റൊരു കാര്യമുള്ളത്, ഈ വിദ്യാഭ്യാസം നേടിയ എന്നുള്ളത് ആരാന്റെ കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ കൃഷി പഠിച്ച ഒരാള് കൃഷിക്കാരനായിട്ട് നല്ല നിലയ്ക്ക് ജീവിക്കാമെങ്കിൽ, നാട്ടില് സാമ്പത്തികമായി നല്ല നിലയിലാണെങ്കിൽ, കർഷകൻ സന്തോഷവാനാണെങ്കിൽ, കർഷകൻ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കർഷകന് നാട്ടിലെ അംഗീകാരം ഉണ്ടായിരിക്കും. നാട്ടിലെ അംഗീകാരം ഉണ്ടെങ്കിൽ, വരുമാനമുണ്ടെങ്കിൽ, സ്വന്തം തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ മറ്റു പലരും ഇത്തരം മാർഗങ്ങളിലേക്ക് കൃഷിയിലേക്ക് വരും. അതിനൊരു മാതൃക കൂടി ആകും നമ്മള്. അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടണം. അപ്പോ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കലും സാധനങ്ങൾ ഉണ്ടാക്കലും പിന്നെ അത് വിൽക്കലും അങ്ങനെ മാന്യമായ വരുമാനത്തോടുകൂടി ജീവിക്കലുമാകണം നമ്മുടെ ലക്ഷ്യം. മക്കള് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞങ്ങൾക്ക് കോളേജിൽ പാലക്കാട് ടൗണില് ആണ് ഞാൻ താമസിക്കുന്നത്. ആ കോളേജിൽ ഇപ്പൊ 85-90 വീടുണ്ട്.
ആ വീട്ടിൽ 40 വയസ്സിൽ താഴെ ഒരാളുമില്ല. പല വീടുകളിലും 85-90 വയസ്സുകാരാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് എന്നെ രണ്ടു ഭാര്യ വിളിച്ച് പറയാൻ ഒരാളെ കിട്ടുമോ എന്തിനാ ചോദിച്ചു. ആകെ വെട്ടിത്തരാൻ എനിക്ക് വലിയ ആരുമില്ല. അത് ആകെ ആവശ്യമുള്ളത് നഖം വല്ലാതെ വലുതായതൊന്ന് വെട്ടിത്തരുമെന്ന് അപേക്ഷിക്കുന്നു. അത്രയായി പോകുന്നു നമ്മുടെ കുടുംബങ്ങൾ. അപ്പൊ മക്കൾക്ക് ഇവിടെ തന്നെ ജോലി ഉണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ നിൽക്കും. അവർ ഇവിടെ തന്നെ മാന്യമായ വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സമാധാനം കിട്ടും. ഗൾഫിലേക്ക് പോകണമെന്ന് വിചാരിക്കേണ്ട, അമേരിക്കയിലേക്ക് പോകണമെന്ന് വിചാരിക്കേണ്ട. അപ്പൊ അവർക്ക് ഒരു ദിവസം 3000-4000 റുപ്യ വരുമാനം ഉണ്ടെങ്കിൽ അത് മതിയല്ലോ, സുഖമായിരുന്നൂടെ. ഒരു 2-3 ലക്ഷം റുപ്യ വരുമാനം കൃഷിയിൽ കിട്ടാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകുക. ഒരു പൈസയും നിങ്ങൾ നഷ്ടപ്പെടില്ല, അതൊരു കാര്യം. അപ്പൊ അങ്ങനെ നമുക്കൊരു സൗകര്യം ഉണ്ടാക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളിലും നമുക്കത് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പണി വേറൊരാൾക്ക് ഇതേ പേരിൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടാവില്ല. നമ്മുടെ തന്നെയാണ് മുഴുവൻ. അപ്പോ കമ്പനി ഉണ്ടാക്കിയാൽ കമ്പനി നമ്മുടെ അധികാരത്തിൽ നിൽക്കുന്നു. അത് സർക്കാരിന്റെ പ്രതിനിധികൾ തന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്ന വഴിയമ്പലങ്ങൾ ഓരോരുത്തരുടെ ആയിരിക്കും. അവർക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കും, ജീവിക്കാൻ വരുമാനം അവർക്ക് ഉണ്ടാകും, കൃഷി ചെയ്യുന്നവർക്ക് വരുമാനം ഉണ്ടാകും, എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അത് എല്ലാവരുടെയും സഹായം ഉണ്ടാകുന്നു. എനിക്ക് വളരെ വിനയം തോന്നുന്നു. എല്ലാം കഴിഞ്ഞു. ആഹാരത്തിന് ശേഷം രക്തശാലിയുടെ പായസം എന്നാണ് പിന്നെന്താ സാമ്പാർ